ഹൈ സ്റ്റുഡൻസ്, അപ്പം എല്ലാ തവണയും നമ്മൾ ബാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നത് പോലെയുള്ള ഒരു ബ്രിഡ്ജ് കോഴ്സ്, അതായത് CMA ക്യാറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി സ്കീം വഴി CMA ഇൻ്ററിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർക്ക് ഒരു സബ്ജക്റ്റിന് ഒരു ബ്രീഫ് ഇൻട്രഡക്ഷനും ആസ് എ ഫാക്കൽറ്റി നമ്മുടെ ഒരു ഇൻട്രഡക്ഷനുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ സബ്ജക്റ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നൊരു ജനറൽ ഒരു അവയർനെസ് തരിക. അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഒരു പർപ്പസ്. അപ്പം എല്ലാവർക്കും CMA ഇൻ്റർമീഡിയറ്റ് കോഴ്സിലേക്ക് സ്വാഗതം. അപ്പം ഈ ഒരു ലെവലിൽ നമുക്ക് CMA എന്നറിയാം, ഒരു കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്ന ലെവലിൽ നമ്മൾ എസെൻഷ്യലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ സബ്ജക്റ്റ് ഉണ്ട്. ഏറ്റവും കോർ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്, അതാണ് നിങ്ങളുടെ കോർ ഏരിയ. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇത് കൊമേഴ്സ് കഴിഞ്ഞ ഒരാൾക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങൾക്ക് ഓൾറെഡി +1 +2 സമയത്ത് പഠിച്ചിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരിക്കും. ഇനി സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരാൾക്കാരെ സംബന്ധിച്ച് ഒന്നെങ്കിൽ ഡയറക്റ്റ് എൻട്രി സ്കീമിൽ, ഒന്നെങ്കിൽ BCom ആണെങ്കിൽ BComന് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ക്യാറ്റിൽ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. എന്നാലും പേടിക്കേണ്ട, ഇതിൻ്റെ ഫ്രം ദ വെരി ബേസ് തൊട്ട് നമുക്ക് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അതിന് തന്നെ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ആദർശ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. 2013 തൊട്ട് ടീച്ചിങ് പ്രൊഫഷണൽ കോഴ്സസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം CMAയിൽ ഇൻ്ററിൽ ഇപ്പോൾ ഒരു പേപ്പറിൽ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് 98 വരെയൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു സ്കോറിംഗ് പേപ്പറാണ്. CMAയിൽ പൊതുവെ അക്കൗണ്ടിങ് പഠിച്ച ആൾക്കാർക്ക് അറിയാവുന്നവർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഇൻ്റർമീഡിയറ്റിലെ പേപ്പർ 6 ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പേപ്പർ 6. ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, നമുക്ക് ആദ്യം ഒന്ന് ഈ ഒരു സിലബസിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്. പൊതുവെ CMAയിലെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നല്ലൊരു വോളിയം നമുക്ക് പഠിക്കാനുണ്ട്, നല്ലൊരു വോളിയം നമുക്ക് കവർ ചെയ്യാനുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള സമയം നമുക്ക് കിട്ടുന്നു. അപ്പം അതുകൊണ്ട് ഡേ 1 തൊട്ട് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോരുക. വോളിയം കൂടുതലാണെന്നുള്ളത് മാത്രമാണ് ഈ കോഴ്സിൻ്റെ പ്രശ്നം, ഇത് ടഫാക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം കൂടുതൽ കൊടുത്ത് നിങ്ങളത് വർക്ക് ചെയ്ത് തുടക്കം തൊട്ട് പഠിച്ചു പോരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡയറക്റ്റ് എൻട്രി സ്കീമിലും ക്യാറ്റ് കഴിഞ്ഞ് വന്ന ആൾക്കാരെ സംബന്ധിച്ച് ഒറ്റ കാര്യം പറയാം, ക്യാറ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇൻ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു എക്സാമാണ്. അല്ലെങ്കിൽ ഡിഗ്രി എന്ന് പറയുമ്പം പ്രൊഫഷണൽ കോഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണ് പഠിക്കുന്നത്? എക്സാം എടുക്കുമ്പോൾ, എക്സാമിൻ്റെ സ്റ്റഡി ലീവ് ആകുമ്പോൾ ഒരാഴ്ച 2 ആഴ്ച ഇരുന്ന് പഠിക്കുന്നു, എക്സാം എഴുതുന്നു. പക്ഷേ ഈ പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പം നമുക്ക് ഇപ്പോൾ ഒരു ഡിഗ്രിക്ക് നിങ്ങൾ എത്ര വോളിയം പഠിച്ചിട്ടുണ്ടോ അതിന് തുല്യമായിട്ടുള്ള ഒരു വോളിയം നമുക്കൊരു ഇൻ്റർമീഡിയറ്റിൽ ടോട്ടൽ ഒരു 8 പേപ്പേഴ്സായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റഡി ലീവ് കിട്ടുമ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കാതെ ഡേ 1 ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചു പോരുക. ഇപ്പോൾ ഒരു വോളിയം ഉണ്ട്, അതുകൊണ്ട് ഡേ 1 ക്ലാസ്സിനൊപ്പം തന്നെ നിങ്ങൾ പഠിച്ച് പോരുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ അഡ്വൈസ് തരാൻ. പഠിക്കുക, അത് തുടക്കം തൊട്ട് പഠിച്ചു തുടങ്ങുക. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവരുത്. അപ്പം അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് സെഷനുമായിട്ട് വരുന്നത്. ക്ലിയർ? അപ്പോൾ ആദ്യം തന്നെ നമ്മളെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവണം. പ്ലസ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ബാക്കിയെല്ലാം ശേഷം നമുക്ക് ക്ലാസ്സിൽ നമുക്ക് കവർ ചെയ്യാം. പക്ഷെ ഒരു ബ്രീഫ് ഇൻട്രഡക്ഷൻ. അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തുടക്കം തൊട്ട് പഠിച്ചു തുടങ്ങുക. അന്നത്തെ പാഠങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചു തുടങ്ങണം. കേട്ടിട്ടില്ലേ? പ്രൊഫഷണൽ കോഴ്സസിൽ അത് വേണം. എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ അവസാനം തീർക്കാൻ പറ്റാത്ത വോളിയമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കും. ഓക്കെ, സോ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് പഠിക്കാനുള്ളത്, പേപ്പർ 6 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമുക്ക് പഠിക്കാനുള്ളത് വെറും 9 ചാപ്റ്ററുകളേ ഉള്ളൂ. എത്ര? 9 ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ്. അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ് ഒരു 15% വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഒരു 100 മാർക്കിൻ്റെ എക്സാമാണ്. ഒരു 15 മാർക്സ് 100 മാർക്കിനാണ് നമ്മുടെ എക്സാംസ് വരുന്നത്. അതിലൊരു 30 മാർക്സ് MCQs ആയിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ബാക്കി 70 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആയിരിക്കും നമുക്ക് മെയിൻ എക്സാമിന് വരുന്നത്. അതിലൊരു 15 മാർക്സിൻ്റെ വെയിറ്റേജ് ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ്. ഈ അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പഠിക്കാനുള്ളത്? അക്കൗണ്ടിങ് ഫണ്ടമെൻറ്റൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് കുറച്ച് കൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട്, അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് പഠിക്കാനുണ്ട്, പിന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. പിന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ആ ഒരു ബേസിക് പ്രോസസ്സ്, അതായത് ജേണലിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം, സബ്സിഡറി ബുക്കിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണം, അവിടെ നിന്ന് ലെഡ്ജറിലേക്ക് എങ്ങനെ പോസ്റ്റ് ചെയ്യണം, ദെൻ അതിൽ നിന്ന് ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആ ഒരു ബേസിക്സ്, അതായത് അക്കൗണ്ട്സിൻ്റെ ഒരു ബേസിക്സ് കവർ ചെയ്യുന്നുണ്ട്. ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ദെൻ ക്യാഷ് ബുക്ക്, സബ്സിഡറി ബുക്ക്, അതായത് ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ബുക്ക്, ബാങ്ക് ബുക്ക്, ദെൻ ബാങ്ക് റിക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ കവർ ചെയ്യുന്നുണ്ട്. ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ കവർ ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ദെൻ ബാഡപ്സ്, പ്രൊവിഷൻ ഫോർ ബാഡപ്സിൻ്റെ ഒക്കെ അക്കൗണ്ടിങ് എങ്ങനെ കവർ ചെയ്യണം, ഇങ്ങനെ ഒരു ബേസിക് ഒരു ഇൻട്രഡക്ഷൻ. ക്യാറ്റിൽ കുറേ ആൾക്കാരൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും,
അതിൻ്റെ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റിലേക്ക് വരുമ്പോഴും കുറച്ച് നോൺ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും കാണും. ചിലപ്പം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഫീൽഡിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് CMA കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും. അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന നിലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രം ദ വെരി ബേസ് തൊട്ട് നമുക്കിവിടെ കവർ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫ്രം ദ വെരി ബേസ് തൊട്ട് നമ്മൾ ക്ലാസ്സിൽ എടുക്കും. ഇനി ഇതുവരെ നിങ്ങൾ അക്കൗണ്ടിങ് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ മെരായ്ക്ക് പഠിച്ചിട്ടില്ല, ഡിഗ്രിയാണ്, പക്ഷേ എന്നാലും അക്കൗണ്ട്സിന് ഒരു ഗ്രിപ്പില്ല, എന്നാലും ധൈര്യമായിട്ട് നിങ്ങളെങ്കിൽ പോരെ, അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട്സ് വെരി ബേസ് തൊട്ട് നമ്മൾ വീണ്ടും തുടങ്ങും. ഓക്കെ, ഇനി സെക്കൻഡ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് ഫോർ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ ഒരു 10% വെയിറ്റേജ്, ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ്. അതിനകത്ത് പഠിക്കാനുള്ളത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ടിങ് കൊമേഴ്സുകാർക്ക് ഓൾറെഡി ഒരു ഐഡിയ കാണും. കൺസൈൻമെൻറ്റിൻ്റെ അക്കൗണ്ടിങ് ഉണ്ട്. കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഏജൻറ്റിനെ വെച്ച് നമ്മൾ ചെയ്യുന്നൊരു ബിസിനസ്, പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ് ഉള്ളൊരു ബിസിനസ്, ആ ഏജൻസി ബിസിനസ്സിന് അക്കൗണ്ടിങ് ഉണ്ട്. പിന്നെ ജോയിൻറ്റ് വെഞ്ചർ. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ 2 ആൾക്കാർ കൂടിച്ചേർന്ന് ചെയ്യുന്ന ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ബിസിനസ്, അതിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യാനുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിനൊക്കെ പ്രിപ്പറേഷൻ. ദെൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, പ്രോഫിറ്റ് മോട്ടീവോട് അല്ലാതെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, ക്ലബ്ബ്, സൊസൈറ്റീസ്, ട്രസ്റ്റ്, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, റിസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, ബാലൻസ് ഷീറ്റ്, ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷനാണ് നമുക്ക് അതിനകത്തുള്ളത്. ദെൻ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ അക്കൗണ്ട്സ് ഒക്കെ റെഡിയാക്കി എടുക്കാം, അങ്ങനെ ഒരു ടോപ്പിക്ക് നമുക്ക് വരുന്നുണ്ട്, ഒരു 20% വെയിറ്റേജ്. ദെൻ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്, പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടിങ്, പാർട്ട്ണർഷിപ്പിൻ്റെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൻ്റെ ബേസിക്സ്, ക്യാപിറ്റലിൻ്റെ അക്കൗണ്ടിങ്, P&L അപ്രോപ്രിയേഷൻ, ദെൻ അവിടെ തൊട്ട് ദെൻ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അഡ്മിഷൻ മെയിൻലി അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെൻറ്റ് ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ദെൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫെയിംസ്, അമാൽഗമേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫെയിം, ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഫുൾ ടോപ്പിക്ക് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ദെൻ ലീസ് അക്കൗണ്ടിങ്, ലീസ് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം റെൻറ്റ് എഗ്രിമെൻറ്റ്, ആ ഒരു ലീസിന് നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യണം പഠിക്കാനുണ്ട്. ബ്രാഞ്ചിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അക്കൗണ്ട്സ്, നമുക്ക് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്, ആ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം, നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം, ടോപ്പിക്ക് പഠിക്കാനുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിം ലോഡ് ചെയ്യണം, നമുക്കൊരു ലോസ് ഓഫ് സ്റ്റോക്ക് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് കുറച്ച് നാളത്തേന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, അപ്പോൾ ഒരു ലോസ് ഓഫ് പ്രോഫിറ്റ് നമുക്ക് ക്ലെയിം ചെയ്യണം. അപ്പം ഇൻഷുറൻസ് ക്ലെയിം എങ്ങനെ ലോഡ് ചെയ്യണം ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ ട്രാൻസാക്ഷൻ, നമ്മളൊരു ഹയർ പർച്ചേസിൽ പ്രോപ്പർട്ടീസ് മേടിക്കുക, ഗുഡ്സ് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ നമ്മൾ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് പോയി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം പഠിക്കാനുണ്ട്, ഒരു 15 മാർക്സിൻ്റെ വെയിറ്റേജ്. ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് ബേസിക്സ് അക്കൗണ്ട്സ് മാത്രം അറിഞ്ഞാൽ പോലെ കുറച്ച് സ്റ്റാൻഡേർഡുകളൂടെ അറിയാനുണ്ട്. അങ്ങനെ കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് കവർ ചെയ്യുന്നുണ്ട്, ഒരു 20%. അപ്പോൾ ഇതാണ് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അക്കൗണ്ട്സിൻ്റെ ഫ്രം ദ വെരി ബേസിക്സ് തൊട്ട് അത്യാവശ്യം ഒരു അക്കൗണ്ടൻ്റ് ആകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിൽ വേറൊരു അക്കൗണ്ടിങ് വരുന്നുണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, കമ്പനി അക്കൗണ്ട്സ്. അതിനകത്ത് കമ്പനിയുടെ അക്കൗണ്ടിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട്. അതായത് ഇൻ്റർമീഡിയറ്റ് കഴിയുന്നതോടെ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ, ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് ഒക്കെ മാനേജ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സിലബസ് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു നോളജ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും ഈ ഒരു സിലബസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോളജ്, ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യാനുള്ള നോളജ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും ഒരു സിലബസ് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കാലിബറിലേക്ക് എത്തും. സോ ഇത്രയും വോളിയം നോക്കുമ്പോൾ 9 ചാപ്റ്റർ ഉള്ളൂ, പക്ഷേ എന്നാലും അറൗണ്ട് ഒരു 600-700 പേജസ് അടുത്ത് നമുക്ക് പഠിക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലൊരു വോളിയം നമുക്ക് പഠിക്കാനുണ്ട്. അറൗണ്ട് ടോട്ടൽ 600 സംതിങ് പേജസ്, 650 പേജസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു വോളിയം നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയും വലിയ വോളിയം എങ്ങനെ പഠിച്ചു തീർക്കും? ഇത്രേ ഉള്ളൂ. ഹാർഡ് വർക്കിനേക്കാൾ ഉപരി നിങ്ങൾ സ്മാർട്ട് വർക്ക്, ഞാൻ വിശ്വസിക്കുന്നത് സ്മാർട്ട് വർക്കിലാണ്. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതും ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കാണ്. കാരണം ഇത്രയും വോളിയം നമ്മൾ കവർ ചെയ്യണമെങ്കിൽ എന്താ സ്മാർട്ട് വർക്ക്? സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ഇതുവരെ എങ്ങനെയായിരിക്കും പഠിച്ചേക്കുന്നത്? ഇതെങ്ങനെ ചെയ്യണം, ഇതെങ്ങനെ ജേണലിൽ റെക്കോർഡ് ചെയ്യണം, ഇതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യണം. അത് ശരിക്കും പറഞ്ഞൊരു ബൈ ഹാർഡ് നോളജാണ്. എന്താ അവിടെ നടക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യാനാണ് സാറുമാർ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അതിന് പകരം അത് എന്തുകൊണ്ട് ചെയ്യുന്നു, അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലോ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും.
ഒരു ട്രാൻസാക്ഷൻ എന്തുകൊണ്ട് അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ അതിങ്ങനെ ആഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് ഒരിക്കലും മറന്നു പോകത്തില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സൊക്കെ ചിലപ്പം എപ്പോഴാണ് ജൂലൈ ഓഗസ്റ്റ് ടൈമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എക്സാം വരുന്നത് അടുത്ത ജൂണിലേക്കും ഡിസംബറിലേക്കും ഒക്കെ ആയിരിക്കും, ജൂണിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അത്രയും സമയം അത് ഓർത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോങ് ടൈം മെമ്മറി നിൽക്കുന്ന രീതി പഠിക്കണം. എങ്ങനെയാണ് ലോങ് ടൈം മെമ്മറി നിൽക്കുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സസിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ലേൺ വാട്ട് ടു അൺലേൺ. എന്ത് പഠിക്കരുത് എന്ന് പഠിക്കലാണ് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്ത് പഠിക്കരുതെന്ന് ചോദിച്ചാൽ എങ്ങനെ അത് ചെയ്യേണ്ടതെന്ന് പഠിക്കരുത്, എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പഠിക്കുക. ദാറ്റ് മീൻസ് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ പഠിത്തം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? കുറേയൊക്കെ നമ്മൾ ചിന്തിച്ച് പഠിച്ചാൽ പലതും ഈ പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്ത് പഠിക്കരുതെന്നുള്ളത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കും, പഠിക്കരുതെന്നുള്ളത്. അപ്പം അതും ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോടെ ഇരിക്കുക. കാരണം +2 വരെ നിങ്ങൾ പഠിച്ചു പോകുന്ന പോലെയോ ഒരു ഡിഗ്രി പഠിച്ച പോലെ ആയിരിക്കില്ല ഒരു പ്രൊഫഷണൽ കോഴ്സിന് അപ്പിയർ ചെയ്യേണ്ടത്. അപ്പം ആ ഒരു സ്റ്റൈൽ മാറ്റാനും നിങ്ങൾ തയ്യാറായിരിക്കുക. അപ്പോൾ ചിലർ പറയും ഞാൻ +2 എനിക്ക് ഫുൾ A+ തന്നേ, ഞാൻ ഇത്ര നാൾ പഠിച്ചു വന്നത് ശരിയായതുകൊണ്ടല്ലേ ഇങ്ങനെ. നോ വേ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കാരണം പ്രൊഫഷണൽ കോഴ്സിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും നേരം ഫേസ് ചെയ്ത വോളിയം അല്ല ഇപ്പോൾ +1 +2 വോളിയം. ചുരുക്കി പറഞ്ഞാൽ +2 ഒരു കൊമേഴ്സുകാരൻ ഇതിൽ ഈ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ഇത് ഫുള്ളില്ല. ഇതിലെ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ ഒരു കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് പഠിച്ചിട്ട് മെയിൻ എക്സാമിന് പോകുന്നത് +2 ഫുൾ. അപ്പോൾ ഇതൊക്കെ ബൈ ഹാർട്ട് നോളജ് കൊണ്ട് പോയാലും നമുക്ക് തീർക്കാൻ പറ്റും. പക്ഷേ ഇൻ്ററിലേക്ക് വരുമ്പോൾ നല്ലൊരു വോളിയം ഉള്ളതുകൊണ്ട് ബൈ ഹാർട്ട് നോളജിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മെമ്മറീനെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്കത് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചിന്തിച്ച് പഠിക്കുക. വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ പറയും ചിന്തിച്ച് പഠിക്കുക. ദാറ്റ് മീൻസ് ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് വരിക. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ പഠിപ്പിക്കും. പിന്നെ രണ്ടാമതൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ക്ലാസ്സിൽ അനാവശ്യമായിട്ട് ആബ്സെൻ്റ് ആവാതെ നോക്കുക ക്ലാസ് തുടങ്ങുമ്പോൾ. കാരണം നമുക്ക് ഒരു ദിവസം ഒരു ഫുൾ സബ്ജക്റ്റ് ആയിരിക്കും ക്ലാസ്സസ്. അപ്പം നല്ലൊരു വോളിയം നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഒരു 2 days 3 days കവർ ചെയ്യാതെ മീൻസ് വരാതിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ അതൊരു വലിയൊരു ലോഡായിട്ട് അത് പെൻഡിങ് ആയിട്ട് കിടക്കും. അവസാനം ചിലപ്പോൾ ആ ടോപ്പിക്ക് ഇഗ്നോർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, സ്കിപ്പ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അത് മാറും. അതുകൊണ്ട് റെഗുലറായിട്ട് ക്ലാസ്സിൽ വരാൻ വേണ്ടി നോക്കുക. ക്ലാസ്സിൽ നിന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, ഹോംവർക്കുകളൊക്കെ ചെയ്യുക ടൈംലി. ദെൻ എക്സാംസ് ഇവിടെ ഇടുമ്പോൾ, മോഡൽ എക്സാംസ് ഒക്കെ ഇടുമ്പോൾ അത് വന്ന് എഴുതുക. എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഫുള്ളി ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടൊരു കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കിനൊരു കണ്ടിന്യൂറ്റി വേണം. ചിലപ്പോൾ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു നല്ല ആവേശം കാണും, പിന്നെ അത് ഇടിഞ്ഞു പോവാതെ ആ ഒരു ലെവൽ അവസാനം വരെ കീപ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോരുക. നിർത്തോണ്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ക്ലാസ് അങ്ങനെയല്ല. എല്ലാ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം 7 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ഡേ ക്ലാസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സബ്ജക്റ്റ് തന്നെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ, കാരണം നമ്മളതിനകത്ത് എക്സ്പേർട്സാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഇത്ര വർഷങ്ങളായി, 10-12 വർഷമായി സ്റ്റുഡൻസിനെ ഫേസ് ചെയ്യുന്നു. അപ്പോൾ അന്നോട്ട് ഒരു ഫുൾ ഡേ നമ്മളൊരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ചിലപ്പോൾ ഒരു 1 വീക്ക് അടുപ്പിച്ച് ക്ലാസ്സസ് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യാം. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടെ നിങ്ങൾ വരിക. ഇനി ഇത്രയാണ് നമുക്കൊരു ഇൻട്രഡക്ഷനിൽ പറയാനുള്ളത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു സ്കോറിംഗ് പേപ്പറാണ്. ഒരു 60 above 70 above 80 above ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ആണ്. 80 above 90 above വരെ നമ്മുടെ സ്റ്റുഡൻസ് സ്കോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു പേപ്പറിൽ. വോളി ഇച്ചിരി കൂടുതലുണ്ട്. പക്ഷേ പഠിക്കേണ്ട രീതി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബേസിക് ഒരു ഡെമോ എന്ന് പറഞ്ഞാൽ എന്ത് ഡെമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അക്കൗണ്ട്സ് പഠിക്കേണ്ടത്, ബേസിക് ഒരു ഐഡിയ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. കാരണം ഇന്നത് പഠിക്കണം എന്ന് മാത്രം അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു ഇൻപുട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പം എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഇപ്പോൾ സപ്പോസ് അതിൽ തന്നെ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ചോദിക്കുമ്പോൾ പറയാം അക്കൗണ്ടിങ് എന്താ? അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ് സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ എലിമെന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റിൽസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ഇൻഡിപെൻഡന്റ് റിസൾട്ട്സ് തേറോ. ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ നമ്മൾ കേൾക്കും. പക്ഷേ അക്കൗണ്ടിങ് എന്താണെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നോളജ് പൊതുവെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെല്ലുമ്പോൾ പൊതുവെ കേൾക്കുന്നതായിരിക്കും അക്കൗണ്ടിങ് എന്താ? അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ദാറ്റ് മീൻസ് ഒരു ഡെഫിനിഷൻ കാണാപ്പാടം പഠിച്ചിട്ടുണ്ട്, അതങ്ങ് പറയും. അക്കൗണ്ട്സ് എന്താണെന്ന് കേൾക്കാത്ത ഒരാൾക്കാരോട് ഇങ്ങനൊരു ഡെഫിനേഷൻ പറഞ്ഞിട്ട് കാര്യമുണ്ട്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഓക്കെ വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ്, ഡിഫൈൻ അക്കൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ എഴുതി വെക്കാം, മാർക്ക് മേടിക്കാം. പക്ഷേ അക്കൗണ്ടിങ് എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരാൾ പ്രാക്ടിക്കലി നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കുവാണ് എന്താ അക്കൗണ്ടിങ്. അപ്പോൾ നമ്മൾ ഈ ഡെഫിനേഷൻ പറഞ്ഞു കൊടുത്താൽ അവർക്ക് വല്ലതും മനസ്സിലാവും ഇല്ല. ക്ലിയർ? അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും? സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇത്രയും മതി. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജിൻ്റെ പർപ്പസ് എന്താ? ലാംഗ്വേജ്
നമുക്ക് എന്തൊക്കെ ലാംഗ്വേജുകൾ അറിയാം? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. എന്തിനാ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യം മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അതാണ് ഒരു ലാംഗ്വേജിൻ്റെ പർപ്പസ് അല്ലേ? സോ അക്കൗണ്ടിങ് ഒരു ലാംഗ്വേജാണ്. ഞാൻ വിശ്വസിക്കുന്നു സബ്ജക്റ്റിനേക്കാളും ഉപരി ഇതൊരു ലാംഗ്വേജാണ്. പക്ഷേ ഇതൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് അല്ല, ബിസിനസ്സിൻ്റെ ലാംഗ്വേജാണ്. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ബിസിനസ് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ബിസിനസ്സിന് എന്ത് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും? ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മീൻസ് എത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട് ബിസിനസ്, ഒരു വർഷം എത്ര പ്രോഫിറ്റ് നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്, എത്രയൊക്കെ കിട്ടാനുണ്ട്, ദാറ്റ് മീൻസ് സെയിൽ ചെയ്തിട്ട് എത്ര പൈസ കിട്ടാനുണ്ട്, എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലൈബിലിറ്റീസ് ഉണ്ട്, കടത്തിന് നമ്മൾ മേടിച്ചിട്ടുണ്ടാവും, വിറ്റിട്ടുണ്ടാവും, അതിൻ്റെയൊക്കെ പൈസ കിട്ടാനുള്ള കൊടുക്കാനുള്ള എത്ര, ടോട്ടൽ ഒരു വർഷം ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ നടന്നിട്ടുണ്ടാവും, ടോട്ടൽ എത്ര രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, അതിൽ എത്ര സ്റ്റോക്ക് ഇരിപ്പുണ്ട്, ഒരു വർഷം നമ്മൾ സാലറി ആയിട്ട് എത്ര പേ ചെയ്തിട്ടുണ്ട്, റെൻ്റ് ആയിട്ട് ടോട്ടൽ എത്ര പേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള അറിയേണ്ട എല്ലാ ഇൻഫർമേഷൻസും അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് ചെയ്തില്ലെങ്കിലോ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് പറയാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും സംസാരിക്കാതെ ബിസിനസ് ചെയ്യേണ്ടി വരും. സംസാരിക്കാൻ പറ്റാതെ ഇവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ടല്ലോ, അതേപോലെ ജീവിക്കേണ്ടി വരും ബിസിനസ്സിന്. സോ ബിസിനസ് അതിൻ്റെ ഇൻഫർമേഷൻസ്, ദാറ്റ് മീൻസ് എത്ര പ്രോഫിറ്റ് ഉണ്ട് മെയിൻലി, ദെൻ എത്ര ടോട്ടൽ ഇൻകം വന്നിട്ടുണ്ട്, സെയിൽ എത്ര നടന്നിട്ടുണ്ട്, എത്രയോടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എത്രയൊക്കെ ഗുഡ്സ് മേടിച്ചിട്ട് കൊടുക്കാൻ ബാക്കിയുണ്ട്, സെയിൽ ചെയ്തിട്ട് എത്ര പൈസ കിട്ടാൻ ബാക്കിയുണ്ട്, എത്ര രൂപയുടെ അസറ്റ്സ് നമ്മുടെ ബിസിനസ്സിലുണ്ട്, ഫർണിച്ചറുണ്ട്, മിഷനറി, ദെൻ എത്ര രൂപ ടോട്ടൽ സാലറി കൊടുത്തിട്ടുണ്ട്, റെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബിസിനസ്സിനെ കുറിച്ച് അറിയേണ്ട എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷനും അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് എന്ത്? അക്കൗണ്ടിങ്. അപ്പോൾ നാളെ ആരെങ്കിലും അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ആരാ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാലോ ഡിഫൈൻ അക്കൗണ്ടിങ് ഡെഫിനേഷൻ എഴുതി വെക്കാം. പക്ഷേ ഒന്നും അറിയത്തില്ലാത്ത ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ ഡെഫിനേഷൻസ് ബൈഹാർട്ട് നോളജ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ അക്കൗണ്ടിങ് എന്താണ്? കുറേ ആൾക്കാരുടെ മെയിൻ പ്രശ്നമാണ്, ചിലപ്പോൾ എംകോം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ കാണും ഇതിനകത്ത് 5 വർഷം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ 7 വർഷം പഠിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് +1 +2. എന്നിട്ട് അക്കൗണ്ടിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല. അതാണ് ഒരു മെയിൻ പ്രശ്നം. ഇനി അക്കൗണ്ടിങ്ങിൽ വരുമ്പം ഒരു ബിസിനസ്സിൽ വരുന്ന ട്രാൻസാക്ഷൻ അതൊരിക്കലും വളരെ കുറച്ചല്ലല്ലോ, ഒത്തിരി ട്രാൻസാക്ഷൻസ് കാണും. ഇതെല്ലാം കൂടെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ബൈഹാർട്ട് നോളജ് വെക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ, ഒരു വലിയ ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിലോ വർഷം ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ഫസ്റ്റ് ടൈം അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ബുക്കുകളാണ് ജേണൽ അല്ലെങ്കിൽ സബ്സിഡറി ബുക്സ്. 2 ബുക്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഒന്നെങ്കിൽ ജേണൽ, അല്ലെങ്കിൽ ജേണലിന് പകരം ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബുക്കാണ് ഈ സബ്സിഡറി ബുക്സ് അല്ലെങ്കിൽ ഡേ ബുക്സ് എന്ന് പറയുന്നത്. അപ്പം ബിസിനസ്സിലൊരു ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, അത് ഫസ്റ്റ് ടൈം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ടൈപ്പ് ബുക്കുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ ജേണലിൽ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ സബ്സിഡറി ബുക്സ് റെക്കോർഡ് ചെയ്യുക. ഇനി തൽക്കാലം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ജേണലിൽ എങ്ങനെ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുക. ഡെമോ ക്ലാസ്സിലേക്ക് ഞാൻ ഈ ഫുൾ സബ്ജക്റ്റും പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒരു എങ്ങനെ ജേണലിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം ഒരു ബ്രീഫ് ഐഡിയ മാത്രം തരാം. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുക്കും കേട്ടോ. അക്കൗണ്ട്സ് പഠിച്ച ഒരാൾക്കാരെ സംബന്ധിച്ച് ഇങ്ങനെയാണ് എൻട്രി വരേണ്ടത്, ജേണൽ എഴുതേണ്ടത് എന്നൊരു ഐഡിയ വേണം. അക്കൗണ്ട്സ് അറിയത്തില്ലാത്ത ഒരാൾക്കാരെ സംബന്ധിച്ചും ഇങ്ങനെയാണ് ഇത് വരുന്നതെന്നൊരു ബ്രീഫ് ഐഡിയ, അത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഹൈ. ദെൻ ജേണൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി. പ്രൈമറി സ്കൂൾ എന്നൊക്കെ പറഞ്ഞാലല്ലോ ആദ്യമായിട്ട് നമ്മൾ ചെല്ലുന്ന ഒരു സ്കൂൾ. ദാറ്റ് മീൻസ് ഒരു ട്രാൻസാക്ഷൻ പ്രൈമറിലി ആദ്യം എൻ്റർ ചെയ്യുന്ന ഒരു ബുക്കാണ് ജേണൽ എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ആദ്യം തന്നെ അത് എഴുതി വെക്കുന്ന ബുക്കാണ് ജേണൽ. ജേണലിൻ്റെ ഫോർമാറ്റ് നോക്കിക്കേ, ഡേറ്റ് കോളത്തിൽ എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം. ഡേറ്റ് ഇപ്പോൾ സപ്പോസ് ഒരു 18th ഏപ്രിൽ, ഇതെങ്കിലും ഒരു ഡേറ്റ് 18th ഏപ്രിൽ 23 ആണെങ്കിലോ പല രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ 18th ഏപ്രിൽ 23, 18/4/23, 2023 എന്ന് എഴുതി താഴെ 18th ഏപ്രിൽ 23, ഏപ്രിൽ 18, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇത് എങ്ങനെ ഡേറ്റ് കോളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല. കാണുന്ന ഒരാൾക്ക് ഇതാണ് ഡേറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് എഴുതുക. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എന്ത് എഴുതും? പർട്ടിക്കുലേഴ്സ് കോളം എഴുതണമെങ്കിൽ അത് അക്കൗണ്ട്സ് അറിയുന്ന ഒരാൾക്ക് ജേണലിലെ ഈ പർട്ടിക്കുലേഴ്സ് കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് അറിയുന്ന ഒരാൾക്ക് ജേണലിലെ പർട്ടിക്കുലേഴ്സ് കോളം ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ LF കോളം എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത് ജേണൽ കഴിഞ്ഞിട്ട് നമുക്കിനി ലെഡ്ജർ എന്ന് പറയുന്ന മറ്റൊരു ബുക്കിലേക്ക് കൂടി ഇതൊന്ന് എഴുതാനുണ്ട്, കോപ്പി ചെയ്ത് എഴുതാനുണ്ട്. അത് എന്തിനു എഴുതണം എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയാം. അപ്പം ആ ബുക്കിലെ ഏത് പേജിലേക്ക് എഴുതേണ്ടതെന്നുള്ള പേജ് നമ്പറാണ് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ നമ്മൾ എഴുതുന്നത്. ദാറ്റ് മീൻസ് ജസ്റ്റ് പേജ് നമ്പർ, ഏത് ലെഡ്ജറിലെ ഏത് പേജിലേക്ക് വേണം ഇത് എഴുതാൻ എന്നുള്ള ഒരു പേജ് നമ്പർ ആയിരിക്കും നമുക്ക് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ വരുന്നത്. പിന്നെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, 2 എമൗണ്ടോളം വേണം. എന്താ ഡെബിറ്റും ക്രെഡിറ്റും അതൊക്കെ ഞാൻ പറയാം. 2 എമൗണ്ടോളം. എമൗണ്ട് കോളത്തിൽ എമൗണ്ട് എങ്ങനെ എഴുതണം? ഇപ്പോൾ ഞാനിതൊരു 10 lakh തന്നെ എഴുതിയേക്കുന്നത്. ഇതിൽ ഏതാ കറക്റ്റ്? കുറച്ചുകൂടെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ കോമ ഇട്ട് റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് എഴുതുക.
ഒരു എമൗണ്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നതാണോ അതോ റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് എഴുതുന്നതാണോ നല്ലത്? ഇതേപോലെ. ക്ലിയർ? അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത് വരുന്ന രീതിയിൽ എമൗണ്ട് എഴുതുക. 2 എമൗണ്ടുകൾ എന്തിനാണെന്ന് ഞാൻ പറയാം. ഫോർമാറ്റ് ഒന്ന് പഠിച്ചേക്ക്. ഒരു ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ആൾക്കാർക്ക് മനസ്സിലാവുന്ന പോലെ എഴുതുക. പർട്ടിക്കുലേഴ്സ് കോളം അത് അക്കൗണ്ട്സ് അറിയാവുന്നതിനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെ എഴുതുന്നത് ഞാനിപ്പോൾ പഠിപ്പിക്കാം. ദെൻ ഒരു LF കോളം, ലെഡ്ജർ ഫോളിയോ കോളം എന്ന് പറഞ്ഞാൽ ലെഡ്ജറിൽ ഏത് പേജ് നമ്പറിലേക്ക് ഇത് എഴുതണം എന്നുള്ള കോളം. അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, പ്രാക്ടിക്കലി മാത്രം എഴുതിയാൽ മതി. ദെൻ 2 എമൗണ്ട് കോളം, ഒരു ഡെബിറ്റ് എമൗണ്ടും ഒരു ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഇനി സ്റ്റെപ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ജേണൽ എഴുതാനുള്ള ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിയാലും നമുക്ക് 2 രീതി റെക്കോർഡ് ചെയ്യാൻ അറിയാം. വലിച്ചു വാരി എഴുതാനും അറിയാം, വളരെ ഷോർട്ടായിട്ട് എഴുതാനും അറിയാം. വലിച്ചു വാരി എഴുതാനും അറിയാം, വളരെ ഷോർട്ടായിട്ട് നമുക്കത് റെക്കോർഡ് ചെയ്യാനും അറിയാം. ഷോർട്ടായിട്ടും നമുക്ക് എഴുതാം. വലിച്ചു വാരി എഴുതാനുള്ള പ്രശ്നം എന്തായിരിക്കും? ചിലപ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ദിവസം ട്രാൻസാക്ഷൻ എഴുതാൻ തന്നെ 10 നോട്ട്ബുക്ക് മേടിച്ചാൽ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ എഴുതാൻ 10 ദിവസം വേണം. അങ്ങനെ ഒരു വർഷത്തെ ട്രാൻസാക്ഷൻ എഴുതാൻ 10 വർഷം വേണം. പ്രോപ്പറായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് അക്കൗണ്ട്സിൻ്റെ ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് അത് എഴുതണം, ഇല്ലെങ്കിൽ നമ്മളത് ചിലപ്പോൾ മറന്നു പോകും, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ സ്പീഡിൽ എഴുതാൻ വേണ്ടി നമ്മളൊരു ട്രാൻസാക്ഷൻ വരുമ്പം എത്രയും പെട്ടെന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി വളരെ ഷോർട്ടായിട്ടാണ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നത്. വളരെ ഷോർട്ട് മീൻസ് ഇൻ ദ സെൻസ് ഒരു ട്രാൻസാക്ഷൻ വന്നാൽ അതിൽ നിന്ന് 2 വാക്കുകൾ, 2 വേർഡ്സ് മാത്രം എടുത്ത് നമ്മൾ സാധാരണ ജേണലിൽ എഴുതാറുള്ളൂ. ആ വേർഡ്സിന് അക്കൗണ്ടിങ് പറയുന്ന പേരാണ് അക്കൗണ്ട്സ്. വേർഡ്സ് മലയാളത്തിൽ വാക്കുകൾ എന്ന് പറയും, ഹിന്ദിയിൽ വാക്യം എന്ന് പറയും. അതുപോലെ അക്കൗണ്ടിങ് നമ്മൾ ആ എഴുതി വെക്കുന്ന ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ 2 വാക്ക് മാത്രം എഴുതി വെക്കുള്ളൂ, 2 വേർഡ്സ്. ആ വാക്കുകൾക്ക് പറയുന്ന പേരാണ് അക്കൗണ്ട്സ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ഏതൊരു ട്രാൻസാക്ഷൻ കിട്ടിയാലും അതിൽ നിന്ന് 2 വാക്കുകൾ വെച്ച് കണ്ടുപിടിക്കുക. ദെൻ എന്നിട്ട് ഈ അക്കൗണ്ടുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതെന്തിനെന്ന് പറയാം. എന്നിട്ട് ഇതിൽ നിന്ന് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കും. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. എന്നിട്ട് അത് പ്രോപ്പറായിട്ട് ജേണലിലേക്ക് എഴുതും. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ജേണൽ എഴുതേണ്ട എങ്ങനെയെന്നുള്ള പ്രോസസ്സ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഏതൊരു ട്രാൻസാക്ഷൻ വന്നാലും അതിൽ നിന്ന് 2 വാക്കുകൾ കണ്ടുപിടിക്കുക, 2 പേര് കണ്ടുപിടിക്കുക. ദെൻ അതിനെ നമ്മൾ കുറച്ച് ക്ലാസിഫൈ ചെയ്യുക. അതെന്തിനാണെന്ന് ഞാൻ പറയാം. എന്നിട്ട് അതിൽ നിന്ന് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ കണ്ടുപിടിക്കും. ക്വിക്കായിട്ട് ഞാൻ ഇതെങ്ങനെ നടക്കുന്നതെന്നൊരു പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ഒരു ബേസിക് ഒരു എക്സാമ്പിൾ. സപ്പോസ് ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് ഓഫ് മെസ്സേജ് സൽമാൻ ഫുഡ്വെയർസ്. സൽമാൻ ഒരു ചെരുപ്പ് കട തുടങ്ങിയിട്ടുണ്ട്. ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 24. മാർച്ച് 24 കട തുടങ്ങി. അതിൻ്റെ കുറച്ച് ട്രാൻസാക്ഷനാണ് തന്നിരിക്കുന്നത്. കുറച്ച് ബിസിനസ്സിൽ നടന്ന കുറച്ച് ട്രാൻസാക്ഷൻസ്. സൽമാൻ സ്റ്റാർട്ടഡ് എ ഫുഡ്വെയർ ഷോപ്പ് നെയ്മഡ് സൽമാൻ ഫുഡ്വെയർസ് വിത്ത് ക്യാഷ് 80,000. ക്യാഷ് 80,000 തുടങ്ങി. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ക്യാഷ് റെഡിയാക്കണം. അങ്ങനെ ഒരു 80,000 ക്യാഷ് റെഡിയാക്കി വെച്ചു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. 3 ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ക്യാഷ് അതിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തു. ദെൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. കുറച്ച് ഫർണിച്ചർ മേടിച്ചു, ചെയർ, ടേബിൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചു. പർച്ചേസ്ഡ് മിഷറി ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ഒരു മിഷറി മേടിച്ചു, എന്നിട്ട് ചെക്ക് വഴി അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തു. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് മേടിച്ചു. ഗുഡ്സ് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഫുഡ്വെയർ ഷോപ്പിൽ ഫുഡ്വെയർസ് മേടിച്ചു, ചപ്പൽസ് മേടിച്ചു, ഷൂ മേടിച്ചു, ബെൽറ്റ് മേടിച്ചു, ഇങ്ങനെയുള്ള വിൽക്കാൻ വേണ്ടിയുള്ള പ്രൊഡക്ട്സ് മേടിച്ചു. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ശബരി. ശബരി എന്ന് പറയുന്ന വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഗുഡ്സ് കടത്തിന് മേടിച്ചു. വേറൊരു ഷോപ്പിൽ പോയി ഗുഡ്സ് കടത്തിന് മേടിച്ചു. പെയ്ഡ് ക്യാരേജ് ഇൻവെഡ്സ് ടു ക്യാഷ്. ക്യാരേജ് ഇൻവെഡ്സ് എന്ന് പറയാൻ വേറെ ഒന്നുമല്ല, ഗുഡ്സ് മേടിച്ച് കൊണ്ടുകൊണ്ടൊരാളുടെ വണ്ടിക്കൂലി കൊടുത്തു. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് കുറച്ച് നമ്മൾ വിഡ്രോ ചെയ്തു. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഫുഡ്വെയർസ് സെയിൽ ചെയ്തു, ക്യാഷ് കിട്ടി. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ജാൻ. ജാൻ എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്. ജാൻ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ ഗുഡ്സ് വിറ്റു. പെയ്ഡ് ക്യാഷ് ടു ശബരി. ശബരിക്ക് പൈസ കൊടുത്തില്ലായിരുന്നല്ലോ, അത് ഓർത്തിട്ട് ശബരിക്ക് നമ്മളിപ്പോൾ പേയ്മെൻറ്റ് കൊടുത്തു. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജാൻ. ജാൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ള പൈസ കുറച്ച് മേടിച്ചെടുത്തു. ദെൻ റിസീവ്ഡ് കമ്മീഷൻ ഇൻ ബാങ്ക്. കുറച്ച് കമ്മീഷൻസ് നമുക്ക് കിട്ടി. എന്തെങ്കിലും ബ്രാൻഡിൻ്റെ കുറേ സെയിൽ ചെയ്തുകൊണ്ട് കമ്മീഷൻ നമുക്ക് കിട്ടി. സോൾഡ് ഗുഡ്സ് ഫോർ 10,000 റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. ഗുഡ്സ് വിറ്റു, പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്. നമ്മൾ കുറച്ച് സാലറി പേ ചെയ്തു ത്രൂ ക്യാഷ്. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്. ബിസിനസ്സിൻ്റെ റെൻറ്റ് ഓൺ റെൻ്റൽ പ്രൊമൈസസിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ റെൻറ്റ് കൊടുക്കണം. ആ റെൻറ്റ് ത്രൂ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇത്രയാണ് ഒരു മാസം സൽമാൻ ഫുഡ്വെയർസ് എന്ന് പറയുന്ന കടയിൽ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ. അതിന് ഇത്രയും നോക്ക്. ക്ലാസ് ചെയ്ത് ഐഡൻറ്റിഫൈ 2 അക്കൗണ്ട്സ് ഫ്രം ഈച്ച് ട്രാൻസാക്ഷൻ. ഈ ഓരോ ട്രാൻസാക്ഷനും ഷോർട്ടായിട്ട് എഴുതാൻ പറ്റുന്ന 2 പേരുകൾ കണ്ടുപിടിക്കുക. 2 അക്കൗണ്ട്സ്. അക്കൗണ്ട്സ് മീൻസ് വേർഡ്സ്. ഇതിൽ നിന്ന് 2 വാക്കുകൾ വെച്ച് കണ്ടുപിടിക്കുക. അക്കൗണ്ട്സിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ ആ കഥ മുഴുവൻ എഴുതുന്നതിന് പകരം 2 വാക്കുകൾ കണ്ടുപിടിച്ചായിരിക്കും എഴുതുന്നത്. ആ വാക്കുകൾ കണ്ടുപിടിക്കുക. ഇത്രേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ്. എങ്ങനെ? അത് ചിന്തിച്ചാൽ മതി. നീ ഫസ്റ്റ് സൽമാൻ സ്റ്റാർട്ടഡ് ഫുഡ്വെയർ ഷോപ്പ് നെയ്മഡ് സൽമാൻ ഫുഡ്വെയർസ് വിത്ത് ക്യാഷ്. 2 അക്കൗണ്ടുകൾ, 2 പേര് ഏതൊക്കെയായിരിക്കും? ചിന്തിക്കുക. സൽമാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്നത് സൽമാൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണോ അതോ സൽമാൻ ഫുഡ്വെയർസ് എന്ന് പറയുന്ന കടയുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കണോ? അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡയലോഗ്. നമ്മളെപ്പോഴും ചിന്തിക്കുമ്പം
ആ ബിസിനസ്സിൻ്റെ ആംഗിളിൽ നിന്ന് വേണം ചിന്തിക്കാൻ. ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്. സോ ബിസിനസ്സിൻ്റെ ആംഗിളിൽ നിന്ന് വേണം നമ്മളെല്ലാം ചിന്തിക്കാൻ. സോ ബിസിനസ്സിനെ സംബന്ധിച്ചോ, സൽമാൻ എന്ന് പറയുന്ന ഒരാൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു 80,000 ക്യാഷ് കൊണ്ടേ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ക്ലിയർ? സൽമാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു 80,000 ക്യാഷ് ബിസിനസ്സിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലിയർ? അപ്പം ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 80,000 റുപ്പീസ് കിട്ടി. 80,000 റുപ്പീസ് ക്യാഷ് കിട്ടി. ഇതാരെ കൊണ്ടു തന്നെ? സൽമാൻ. അപ്പോൾ 2 വാക്കുകൾ ഏതൊക്കെയായിരിക്കും? 2 വേർഡ്സ്. ഇവിടെ നമുക്ക് എഴുതി വെക്കാൻ വേണ്ടി പറ്റുന്ന 2 വാക്കുകൾ ഏതൊക്കെയായിരിക്കും? ഒരു വാക്ക് ക്യാഷ്. ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടി. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, ആരാ ഈ ക്യാഷ് കൊണ്ട് തന്നത്? സൽമാൻ. എങ്കിൽ പിന്നെ സൽമാൻ എന്ന് എഴുതിയാൽ പോരെ? നോ, ഓണറുടെ പേര് നമ്മൾ ഒരിക്കലും ബുക്കിൽ എഴുതാറില്ല. പകരം എങ്കിൽ പിന്നെ ഓണർ എന്ന് എഴുതിക്കൂടെ? ഇല്ല. ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടേ തരുമ്പോൾ നമ്മൾ എഴുതുന്ന വാക്കാണ്. ഓണർ ബിസിനസ്സിലേക്ക് ഇനി എന്തെങ്കിലും കൊണ്ടേ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് എഴുതി വെക്കുന്ന വാക്കാണ് ക്യാപിറ്റൽ. ഓണറിൻ്റെ പേര് എഴുതരുത്. ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കൊണ്ടേ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന വാക്കാണ് ക്യാപിറ്റൽ. അപ്പോൾ ഇവിടെ 2 പേര് ഏതൊക്കെയായിരിക്കും? ക്യാഷ്, ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ എന്നുള്ള വാക്ക് മൂലധനം, ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് ഓണർ എന്തെങ്കിലും കൊണ്ടേ തരുന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട വാക്കാണ് ക്യാപിറ്റൽ. ആ വാക്ക് ഓർത്ത് വെച്ചോ. അതുകൊണ്ട് ഞാൻ റെഡ് കളറിൽ ഇട്ടേക്കുന്നത്. ഇത് അക്കൗണ്ട്സ് പഠിച്ചവർക്കേ കിട്ടുള്ളൂ. അപ്പോൾ 2 വേർഡ്സ് ഏതൊക്കെ? ക്യാഷും ക്യാപിറ്റലും. ക്യാപിറ്റലും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഓണർ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ട് തരുമ്പോൾ 2 പേര് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ക്യാഷ്, ക്യാപിറ്റലും. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. നമ്മൾ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് എല്ലാ ബിസിനസ്സിനും ഇപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുന്നത് എന്താ? കടയിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ഗൂഗിൾ പേ ഉണ്ടോ, ഫോൺ പേ ഉണ്ടോ? അല്ലേ? അത് മീൻസ് ഒരു ബാങ്ക് അക്കൗണ്ട് ഇപ്പോൾ എല്ലാവർക്കും കമ്പൽസറിയാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു? ഓടിപ്പോയി ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു 30,000 റുപ്പീസ് ക്യാഷ് കൊണ്ടേ ഇൻവെസ്റ്റ് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്തു. 2 അക്കൗണ്ട് ഏതൊക്കെയായിരിക്കും? ഓഫ് കോഴ്സ് ഒരു അക്കൗണ്ട് കയ്യിലിരിക്കുന്ന ക്യാഷ് പോയി, അത് ബാങ്കിലേക്ക് പോയില്ലേ? അപ്പോൾ ഒരു വാക്ക് ക്യാഷ്. അടുത്ത വാക്ക് എന്തായിരിക്കും? ഈ പൈസ ഇപ്പോൾ എവിടെയാണ്? ബാങ്കിൽ. ഡിപ്പോസിറ്റ് എന്നൊന്നുമല്ല, ബാങ്ക്. അടുത്ത വാക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക്. ബാങ്കിലേക്ക് ഇപ്പോൾ ക്യാഷ് വന്നാലും പോയാലും ഒരു വാക്ക് ക്യാഷ്. അത് ബാങ്കിലേക്കാണ്. ബാങ്കിലേക്ക് വന്നു, ബാങ്കിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് ബാങ്ക്. ഇത്ര ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ട് ഏതൊക്കെ വരും? ക്യാഷും ബാങ്കും. ദെൻ അടുത്തത് പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ മേടിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ചെയർ മേടിച്ചു, ഒരു ടേബിളൊക്കെ മേടിച്ചു, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡൊക്കെ മേടിച്ചു, ചെരുപ്പൊക്കെ അടുക്കി വെക്കണ്ടേ? സോ ഫർണിച്ചർ മേടിച്ചു, ക്യാഷ് കൊടുത്തു. അപ്പോൾ 2 വാക്കുകൾ ഏതൊക്കെ ആയിരിക്കും? ഒരു വാക്ക് ക്യാഷ്, അടുത്ത വാക്കോ ഫർണിച്ചർ. ഇനി അടുത്തത് പർച്ചേസ് മിഷനറി ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. മിഷനറി മേടിച്ചു എന്ന് പറഞ്ഞാൽ ചെരുപ്പൊക്കെ ഒട്ടിക്കാനുള്ള എന്തെങ്കിലും മിഷനറി, ബില്ലിംഗ് മെഷീനോ എന്തെങ്കിലും ഒരു മെഷീൻ മേടിച്ചു, കമ്പ്യൂട്ടർ മേടിച്ചു, മിഷനറി മേടിച്ചു, എന്തെങ്കിലും മിഷനറീസ് മേടിച്ചു. ദെൻ പക്ഷേ പേയ്മെൻറ്റ് കൊടുത്തത് ചെക്കായിട്ട്. ചെക്കെന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് വഴി പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്നൊരു പേപ്പർ. അങ്ങനെ മിഷനറി മേടിച്ചു, ചെക്ക് വഴി പേയ്മെൻറ്റ് കൊടുത്തു. 2 അക്കൗണ്ട് ഏതൊക്കെ വരും? ഒരു വാക്ക് മിഷനറിയും, അടുത്ത വാക്ക് ബാങ്ക്. ദെൻ അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കൊടുത്ത് ഗുഡ്സ് മേടിച്ചു. 2 അക്കൗണ്ട് ഏതൊക്കെ വരും? ഒരു വാക്ക് ക്യാഷ്, അടുത്ത വാക്കോ? എല്ലാവർക്കും തോന്നുന്നത് എന്താ? ഫർണിച്ചർ മേടിച്ചപ്പോൾ ഫർണിച്ചർ എന്ന് എഴുതി, മിഷനറി മേടിച്ചപ്പോൾ മിഷനറി എന്ന് എഴുതി. അപ്പോൾ ഗുഡ്സ് മേടിക്കുമ്പോൾ ഗുഡ്സ് എന്നല്ല എഴുതുന്നത്. അവിടെ ശ്രദ്ധിക്കണം. ഗുഡ്സ് എന്ന് പറയുന്ന പേരിൽ നമ്മളൊന്നും എഴുതാറില്ല. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ എന്താ? ഒരു ഫുഡ്വെയർ ഷോപ്പിലെ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഫുഡ്വെയർസ്, ചെരുപ്പ്, ഷൂ, സോക്സ്, ബെൽറ്റ്, ചിലപ്പം ബാഗ്സും കാണും. ഇതൊക്കെ ഒരു വിൽക്കാൻ വേണ്ടി അവർ മേടിച്ചേക്കുന്ന പ്രോഡക്ട്സ്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗുഡ്സ് എന്ന് എഴുതുക. ഗുഡ്സ് മേടിക്കുന്നുണ്ടെങ്കിൽ ഗുഡ്സ് എന്ന് എഴുതരുത്, പകരം എഴുതി വെക്കേണ്ട വാക്കാണ് പർച്ചേസസ്. അപ്പം നമ്മൾ ഇവിടെ നോക്കിക്കേ, ഫർണിച്ചർ പർച്ചേസ് ചെയ്തപ്പോൾ പർച്ചേസ് എന്ന് എഴുതിയില്ല, മിഷനറി പർച്ചേസ് ചെയ്ത് പർച്ചേസ് എന്ന് എഴുതിയില്ല. കാരണം ഈ മേടിച്ച ഫർണിച്ചർ വിൽക്കാൻ വേണ്ടി, ഒരു ഫർണിച്ചർ മേടിക്കാൻ വേണ്ടി നമ്മളൊരു ഫുഡ്വെയർ ഷോപ്പിലാണോ ചെല്ലുന്നത്? അല്ലല്ലോ. മിഷനറി മേടിക്കാൻ വേണ്ടി ഇല്ല. അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ മാത്രമേ വിൽക്കാൻ വേണ്ടി അവർ മേടിച്ച പ്രൊഡക്ട്സുകൾ മേടിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എന്തെന്ന് എഴുതാവുള്ളൂ? പർച്ചേസ് എന്നുള്ള വാക്ക് എഴുതാവുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യനിൽ പർച്ചേസ് എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ പർച്ചേസ് അക്കൗണ്ടിൽ എഴുതരുത്. എന്ത് മേടിക്കുമ്പോൾ മാത്രം? ഗുഡ്സ് മേടിക്കുമ്പോൾ മാത്രം എന്തെന്ന് എഴുതണം? പർച്ചേസ് എന്ന് എഴുതണം. അപ്പോൾ ഒരു വാക്ക് ക്യാഷ്, അടുത്ത വാക്ക് പർച്ചേസസ്. അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ശബരിയുടെ അടുത്ത് നമ്മൾ ഗുഡ്സ് മേടിച്ചു, പർച്ചേസ് ചെയ്തു. 2 അക്കൗണ്ട് ഏതൊക്കെയായിരിക്കും? പർച്ചേസസും പർച്ചേസസും. ഒരു വാക്ക് പർച്ചേസസ്, ഗുഡ്സ് മേടിച്ചു. അടുത്ത വാക്കോ? ഇത് ആരുടെ അടുത്ത് നിന്ന് മേടിച്ചു? ശബരിയുടെ അടുത്ത് നിന്ന്. ഇനി ആർക്ക് പൈസ കൊടുക്കണം? ശബരിക്ക് കൊടുക്കണം. ഇപ്പോൾ 2 പേര് ഏതൊക്കെ വരും? പർച്ചേസസും ശബരിയും. ദെൻ അടുത്തത് പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ത്രൂ ക്യാഷ്. വണ്ടിക്കൂലി കൊടുത്തു. എന്ത്? ഗുഡ്സ് മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വണ്ടിക്കൂലി കൊടുത്തു. ക്യാരേജ് ഇൻവേർട്സ് പേ ചെയ്തു ക്യാഷ് ആയിട്ട്. അപ്പോൾ ഒരു വാക്ക് ക്യാഷ്, അടുത്ത വാക്ക് ക്യാരേജ് ഇൻവേർട്സ്. അങ്ങനെ തന്നെ എഴുതിക്കോ. ക്യാരേജ് ഇൻവേർട്സ് എന്ന് തന്നെ എഴുതണം കേട്ടോ. ഇതേപോലെ വേറൊരു വണ്ടിക്കൂലി ഉണ്ട്. ചിലപ്പോൾ ഫ്രീ ഹോം ഡെലിവറി കാണും. വിറ്റ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ വീട്ടിലെത്തിച്ച് കൊടുക്കും. അത് ക്യാരേജ് ഔട്ട്വേർഡ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ക്യാരേജ് ഇൻവേർട്സ് എന്ന് തന്നെ ഇത് എഴുതണം കേട്ടോ. ഇത് ഗുഡ്സ് മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വണ്ടിക്കൂലി, ക്യാരേജ് ഇൻവേർട്സ്. ഇപ്പോൾ 2 വാക്ക് ക്യാഷും ക്യാരേജ് ഇൻവേർട്സും. അടുത്തത് നോക്കിക്കേ, വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്.
ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് നമ്മൾ വിഡ്രോ ചെയ്തു, പിൻവലിച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ATM ചെയ്യുന്ന ക്യാഷ് വിഡ്രോ ചെയ്തു, ക്യാഷ് കിട്ടി. പക്ഷേ ബാങ്കിലെ പൈസ അത്രയും കുറയുകയും ചെയ്യുമല്ലോ. ഇപ്പോൾ 2 അക്കൗണ്ട് ഏതൊക്കെ? ക്യാഷും ബാങ്കും. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. 2 അക്കൗണ്ടുകൾ. ഒരു വാക്ക് ഗുഡ്സ് വിറ്റു, ചെരുപ്പ് വിറ്റു, ക്യാഷ്. ക്യാഷ് ഗുഡ്സ് എന്ന് എഴുതാൻ പറ്റുമോ? ഗുഡ്സ് എന്നുള്ള പേര് എഴുതില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ ഗുഡ്സ് മേടിക്കുമ്പോൾ എന്ത് പേരിൽ എഴുതിയേക്കുന്നത്? പർച്ചേസ്. അപ്പോൾ അത് വിൽക്കുമ്പോഴോ പുതിയൊരു പേര് എഴുതണം. പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മൾ വിൽക്കുമ്പോൾ എഴുതുന്ന വാക്കാണ് സെയിൽസ്. അപ്പോൾ ഇവിടെ 2 വാക്ക് ഏതൊക്കെ വരും? ക്യാഷും സെയിൽസും. പുതിയൊരു വാക്ക് പഠിക്കണം കേട്ടോ. അപ്പോൾ ഗുഡ്സ് വിൽക്കുമ്പോൾ നമ്മൾ എഴുതുന്ന വാക്കാണ് സെയിൽസ്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ്. ദെൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ജാൻ, ജാനിന് ഗുഡ്സ് വിറ്റു. 2 വാക്ക് ഏതൊക്കെ ആയിരിക്കും? ഒരു വാക്ക് സെയിൽസ്, അടുത്ത ജാനിന് വിറ്റു, കടത്തിന് വിറ്റു, അപ്പോൾ ജാൻ പൈസ തരണം. അപ്പോൾ അടുത്ത വാക്ക് ജാൻ, അപ്പോൾ സെയിൽസും ജാനും. ദെൻ പെയ്ഡ് ക്യാഷ് ടു ശബരി, ശബരിക്ക് നമ്മൾ ക്യാഷ് പേ ചെയ്തു. 2 വാക്ക് ഏതൊക്കെ ആയിരിക്കും? ക്യാഷും ശബരിയും. ദെൻ റിസീവ്ഡ് ക്യാഷ് ഫ്രം ജാൻ, ജാൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടി. സിമ്പിളായിട്ട് നോക്കിക്കേ, ക്യാഷും ജാനും. 2 പേര് കണ്ടുപിടിക്കാൻ കുറച്ച് പേരുകൾ മാത്രം ഇതുപോലെ പഠിച്ചാൽ മതിയിട്ടാ. ദെൻ അടുത്തത് റിസീവ്ഡ് കമ്മീഷൻ ബാങ്ക് അക്കൗണ്ട്, നമുക്ക് കമ്മീഷൻ കിട്ടി ബാങ്ക് അക്കൗണ്ടിലേക്ക്. ഏതൊക്കെ വരും? ബാങ്കും കമ്മീഷനും. ദെൻ 40 സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആൻഡ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക് അക്കൗണ്ട്. ഗുഡ്സ് വിറ്റു, 10,000 റുപ്പീസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ആയിട്ട് കിട്ടി. ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ടു. ബാങ്കും സെയിൽസും. 2 വാക്ക് ഏതൊക്കെ ആയിരിക്കും? സെയിൽസ് കിട്ടി, ഒരു വാക്ക് സെയിൽസ്, ഗുഡ്സ് വിറ്റു. അടുത്തത് ബാങ്കിലേക്ക് പൈസ വന്നു, ബാങ്ക്. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്, 2 വാക്ക് സാലറിയും ക്യാഷും. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്, റെൻറ്റും ബാങ്കും. ഇങ്ങനെ 2 പേര് കണ്ടുപിടിക്കാൻ. പക്ഷേ എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നെ കിട്ടില്ല കേട്ടോ. ഇത് നോക്ക്, പർച്ചേസ്ഡ് മിഷണറി ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. ഏതൊക്കെ? പർച്ചേസ് എന്നുള്ള വാക്ക് കണ്ടുകൊണ്ട് പർച്ചേസ് അല്ല, മിഷണറി കടയാണെങ്കിൽ മാത്രമേ പർച്ചേസ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ? മിഷണറിയും അടുത്തത് ബാങ്കും. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്, ഫർണിച്ചറും ക്യാഷും. പണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റഡ് ക്യാഷ്, ബാങ്ക് ക്യാഷ്. 2 വാക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് പറ്റുന്നുണ്ടോ നോക്ക്. സൽമാൻ ഷാരുടെ ഫുട്വെയർ ഷോപ്പ് നെയ്മഡ് സൽമാൻ ഫുഡ് വേസ് വിത്ത് ക്യാഷ്. അപ്പോൾ ഓണർ ബിസിനസ്സിൽ ക്യാഷ് കൊണ്ടുതന്നു. ഒരു വാക്ക് ക്യാഷും, അടുത്തത് ക്യാപിറ്റൽ. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റഡ് ക്യാഷ്, ബാങ്ക് ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്, ഫർണിച്ചർ ക്യാഷ്. പർച്ചേസ്ഡ് മിഷണറി ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്, മിഷണറി ബാങ്ക്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസസ് ക്യാഷ്. ദെൻ പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ശബരി, പർച്ചേസ് ശബരി. പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ത്രൂ ക്യാഷ്, ക്യാരേജ് ഇൻവേർട്സ് ക്യാഷ്. പെയ്ഡ് വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്ക് ക്യാഷ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് സെയിൽസ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ജാൻ, ജാൻ സെയിൽസ്. പെയ്ഡ് ക്യാഷ് ടു ശബരി, ശബരി ക്യാഷ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജാൻ, ക്യാഷ് ജാൻ. റിസീവ്ഡ് കമ്മീഷൻ ഇൻ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് കമ്മീഷൻ. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ 10,000 റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്, ബാങ്ക് സെയിൽസ്. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്, സാലറി ക്യാഷ്. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്, റെൻറ്റ് ബാങ്ക്. ഇതുപോലെ ഒരു ബേസിക് ഐഡിയ, ഇതുപോലെ 2 വാക്കുകൾ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ അക്കൗണ്ട്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്നാ പ്രശ്നം? എന്താ പ്രശ്നം ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ? നോക്കിക്കേ, 2ാമത്തത് ക്യാഷ് ബാങ്ക്, 8th വണ്ണും ക്യാഷ് ബാങ്ക്. പക്ഷേ 2ഉം സെയിം ട്രാൻസാക്ഷൻ ആണോ? ഇല്ല. ഒന്നോ ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ക്യാഷ്, ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ക്യാഷ്. ദെൻ 8th വണ്ണോ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. 2 ട്രാൻസാക്ഷൻ അല്ലേ, പക്ഷേ എഴുതി വെച്ചേക്കുന്ന ഒരേപോലെ അല്ലേ? 2 ട്രാൻസാക്ഷൻ ആണെങ്കിലും പക്ഷേ റെക്കോർഡ് ചെയ്തേക്കുന്ന ഒരേപോലെ അല്ലേ? അതെ. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ക്യാഷ് ബാങ്ക് 1000 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താണോ വിഡ്രോ ചെയ്താണോ പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇതേപോലെ ക്യാഷ് ശബരി, നമുക്കറിയാം ശബരിക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, നമ്മളിപ്പോൾ പൈസ കൊടുത്തു എന്ന് പറയാം. ജാൻ നമുക്ക് പൈസ തരാനുള്ള ആളാണ്, അപ്പോൾ അത് കിട്ടിയെന്ന് പറയാം. പക്ഷേ ചുമ്മാ ഇങ്ങനെ ക്യാഷ് ശ്രുതി 2000, ശ്രുതി ആരാ? അങ്ങോട്ട് കൊടുത്താണോ ഇങ്ങോട്ട് കിട്ടിയതാണോ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ചുമ്മാ ഇങ്ങനെ എഴുതി വെച്ചാൽ നമുക്ക് മനസ്സിലാവൂ. ദാറ്റ് മീൻസ് നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും ഇല്ലേ? ഇപ്പോൾ 2 വാക്ക് മാത്രം കണ്ടുപിടിച്ച് എഴുതി വെക്കുമ്പോൾ ക്യാഷ് ബാങ്ക്, അതെന്താ ക്യാഷ് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്താണോ വിഡ്രോ ചെയ്താണോ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഒരു കൺഫ്യൂഷൻ വരും. ഈസ് ഇറ്റ് ക്ലിയർ? ക്യാഷ് ക്യാപിറ്റൽ, ഓണർ പൈസ കൊണ്ട് തന്നായിരിക്കും. ഓണർ അപ്പോൾ തിരിച്ചെടുത്തുകൊണ്ട് പോയതാണെങ്കിലോ അത് വേറെ വരും ഇങ്ങോട്ട് ഡ്രോയിങ്സ്. ക്യാഷ് ബാങ്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ക്യാഷ് ഫർണിച്ചർ, ഫർണിച്ചർ മേടിച്ചായിരിക്കും. ഇനി ഫർണിച്ചർ എടുത്ത് വിറ്റിട്ട് പൈസ മേടിച്ചാണെങ്കിലോ അപ്പോഴും ഈ 2 പേര് തന്നെയാണ് വരുന്നത്. അപ്പം ദാറ്റ് മീൻസ് ഇങ്ങനെ 2 വാക്ക് മാത്രം എഴുതി വെച്ചാൽ നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല. ദാറ്റ് മീൻസ് ഒരു കൺഫ്യൂഷൻ വരും. ഈ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പ് എന്താ? ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 അപ്രോച്ചുകളുണ്ട്. ട്രഡീഷണൽ അപ്രോച്ചും ഉണ്ട്, മോഡേൺ അപ്രോച്ചും ഉണ്ട്. അക്കൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷന് 2 അപ്രോച്ചുണ്ട്, ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് മോഡേൺ അപ്രോച്ച്. അണ്ടർ ട്രഡീഷണൽ അപ്രോച്ച് നമ്മൾ അക്കൗണ്ട്സിനെ 3ആയിട്ട് തിരിക്കും. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നമ്മൾ അക്കൗണ്ടുകളെ 3ആയിട്ട് തിരിക്കും. ഏതൊക്കെ? പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം നമ്മൾ എഴുതി വെച്ച അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉള്ള നമ്മൾ എഴുതി വെച്ച ഈ പേരുകളെല്ലാം ഇതിനെ നമ്മൾ 3ആയിട്ട് തിരിക്കും. പേഴ്സണൽ, റിയൽ ആൻഡ് നോമിനൽ. വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. ഇതിനകത്ത് ഏതൊക്കെ പേഴ്സണൽ അക്കൗണ്ടുകളുണ്ട്? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ആളുടെ പേരിലുള്ള അക്കൗണ്ട്. ദേ കിടക്കുന്നു ശബരി, ജാൻ, 2 എണ്ണമല്ലേ ഉള്ളൂ.
പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പേഴ്സൺസ് മാത്രമല്ല, ശബരിയും ജാൻ പോലുള്ള നാച്ചുറൽ പേഴ്സൺസ് മാത്രമല്ല വരുന്നത്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ വരും. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത ആൾക്കാരാ? അല്ല. കമ്പനീസ്, ട്രസ്റ്റ്, സൊസൈറ്റി, ഒരു ബിസിനസ്സിൻ്റെ പേരിൽ അക്കൗണ്ടുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനകത്ത് വരും. ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഒരു ബിസിനസ്സിൻ്റെ പേരിലൊരു അക്കൗണ്ട്, ഒരു കമ്പനിയുടെ പേരിലൊരു അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതും പേഴ്സണായിട്ട് തന്നെ എടുത്തോണം. ഞാൻ പറയാം, ഇതിനകത്ത് ഒരു കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ട് ഉണ്ട്. ഏതാ? ബാങ്ക്. എടാ, ബാങ്ക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ICICI ബാങ്ക്, HDFC ബാങ്ക്, SBI, ഇതെല്ലാം ഒരു കമ്പനീസാണ്. കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് ലീഗലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ ബാങ്കും പേഴ്സണൽ അണ്ടറിൽ തന്നെ വരും. കമ്പനി, ഒരു ബിസിനസ്സിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതും പേഴ്സണായിട്ട് എടുക്കണം. എന്ത് ടൈപ്പ് പേഴ്സൺ എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ദെൻ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ ഉണ്ട്. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ എഴുതിയ വാക്കാ? ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും കൊണ്ട് തരുമ്പോൾ നമ്മൾ എഴുതുന്ന വാക്കല്ലേ ക്യാപിറ്റൽ? യെസ്. സോ ക്യാപിറ്റൽ. പിന്നെ ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഓണർ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഓണർ കൊണ്ട് തന്നിട്ട് ആ ഓണർ തിരിച്ചെടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ എഴുതുന്ന വാക്കാണ് ഡ്രോയിങ്സ്. അതും ഓണറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അക്കൗണ്ട് അല്ലേ? ദാറ്റ് മീൻസ് അതും പേഴ്സണായിട്ട് തിരിക്കണം. എന്ത് ടൈപ്പ്? റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, എന്തെങ്കിലും എക്സ്പെൻസ് പേ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അത് ആർക്ക് കൊടുക്കാനുള്ളതായിരിക്കും? ഒരു പേഴ്സണ് കൊടുക്കാനുള്ളതായിരിക്കും. സോ അതൊക്കെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണിൽ വരും. അപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏതൊക്കെ പേഴ്സൺസ് വരും? നാച്ചുറൽ പേഴ്സൺസും ആർട്ടിഫിഷ്യൽ പേഴ്സൺസും റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസും ഇതിനകത്ത് കവേർഡാണ്. എന്ന് പറഞ്ഞാൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസ് ഇതിനകത്ത് കവേർഡായിട്ട് വരും. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ പേഴ്സൺ എന്ന് പറയുമ്പം നാച്ചുറൽ പേഴ്സണും ആർട്ടിഫിഷ്യൽ പേഴ്സണും റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺസും ഇതിനകത്ത് കവേർഡായിട്ട് വരും എന്നുള്ള അറിയും. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ പേഴ്സണൽ അക്കൗണ്ടുകൾ കാണും? ക്യാപിറ്റൽ വരും, കാരണം അതൊരു റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണാണ്. ബാങ്ക് വരും, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. ദെൻ ശബരി വരും, ജാൻ വരും. അപ്പോൾ ഇതൊക്കെ ഒരു പേഴ്സണൽ അക്കൗണ്ടുകളായിട്ട് നമ്മൾ തിരിക്കേണ്ടി വരും. ദെൻ റിയൽ അക്കൗണ്ടുകൾ. ഇനി റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അസറ്റുകളായിരിക്കും നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യുന്നത്, റിയൽ അക്കൗണ്ട്സ് കവർ ചെയ്യുന്നത്. പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അക്കൗണ്ടുകളാണ് നമുക്ക് റിയൽ അക്കൗണ്ട്സിനകത്ത് കവർ. പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അസറ്റ്സുകളായിരിക്കും നമുക്ക് ഇതിനകത്ത് വരുന്നത്. പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്, മിഷനറി, ഫർണിച്ചർ, ലാൻഡ്, ക്യാഷ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ഒരു അസറ്റ് അല്ലേ? ദെൻ നമുക്ക് ആൾക്കാർ പൈസ തരാനുണ്ട്, ഇവരൊക്കെ പറയുന്നവരാണ് ഡെപ്റ്റീസ്. കടയിലിരിക്കുന്ന സ്റ്റോക്ക്, ഇതെല്ലാം അസറ്റ്സ് ആണ്. പക്ഷേ ഇതിൽ പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അസറ്റ്സുകൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് വരുള്ളൂ, റിയലിനകത്ത്. അതെന്താണെന്ന് വെച്ചാൽ, ബാങ്കിൽ എനിക്കൊരു 10 lakh rupees ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1 lakh rupees ബാലൻസ് ഉണ്ട്, അതെൻ്റെ അസറ്റ് അല്ലേ? പക്ഷേ ഈ ബാങ്ക് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് അതിന് അണ്ടറിൽ പോകും. ഒരാൾ എനിക്കൊരു 10,000 rupees തരാനുണ്ട്, ഞാൻ ഗുഡ്സ് വിറ്റിട്ട് പൈസ തരാനുണ്ട്, ഇപ്പം ഞാൻ എനിക്ക് പൈസ തരാനുണ്ട്, അതിൻ്റെ ഒരു അസറ്റ് അല്ലേ? അതെ. പക്ഷേ അത് പേഴ്സണൽ സ്വഭാവം ഉള്ളതായതുകൊണ്ട് ഇതിനകത്ത് പോകും പേഴ്സണൽ. അതുകൊണ്ടാണ് പറയുന്നത് പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത എല്ലാ അസറ്റ്സും ഇതിനകത്ത് റിയൽ. പിന്നെ നോമിനൽ അക്കൗണ്ടിനകത്ത് ഏതൊക്കെ വരും? എക്സ്പെൻസസും ഇൻകംസും. എക്സ്പെൻസസും ഇൻകംസും, നമ്മുടെ ബിസിനസ്സിൽ വരുന്ന എല്ലാ എക്സ്പെൻസസും ഇൻകംസും. എന്തൊക്കെ? സാലറി, റെൻറ്റ്, സെയിൽസ്, പർച്ചേസസ്. സെയിൽസ് ആയിരിക്കും മെയിൻ ഒരു ബിസിനസ്സിൻ്റെ ഇൻകം, ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ഇൻകം. പർച്ചേസ് ആയിരിക്കും അതിൻ്റെ മെയിൻ എക്സ്പെൻസ്. ഇതെല്ലാം ഏതിനകത്ത് വരും? നോമിനൽ അക്കൗണ്ട്സ് കവർ ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ എഴുതി വെച്ച അക്കൗണ്ടുകളെ നമ്മൾ 3 ആയിട്ട് തിരിക്കണം. 3 പഠിച്ചാൽ മതി കേട്ടോ, പേഴ്സണൽ, റിയൽ ആൻഡ് നോമിനൽ. സപ്പോസ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയാണ്: ക്ലാസിഫൈ ദ എബോവ് അക്കൗണ്ട്സ് ഇൻടു 3 അണ്ടർ ട്രഡീഷണൽ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ച് വേറെ ഈ അക്കൗണ്ടുകളെ എത്രയായിട്ട്? 3 ആയിട്ട് നിങ്ങൾ തിരിക്കുക. 3 ആയിട്ട് തിരിക്കുക. ഏതൊക്കെ വരും? ക്യാഷ് ഏതിന് അണ്ടറിൽ വരും? ക്യാഷ്, ക്യാഷ്, ക്യാഷ് അസറ്റ്. ഗാന്ധി നോട്ടുള്ളത് കൊണ്ട് പേഴ്സണായിട്ട് തിരിക്കണോ? വേണ്ട. പേഴ്സണൽ സ്വഭാവം ഇല്ലാത്ത അസറ്റ്, ദാറ്റ് മീൻസ് റിയലി വരും, റിയൽ. ദെൻ ക്യാപിറ്റൽ ഏതിന് അണ്ടറിൽ വരും? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണർ തന്നതാണ്, ഓണർക്ക് കൊടുക്കേണ്ട പൈസയാണ്, ദാറ്റ് മീൻസ് പേഴ്സൺ. എന്തിൻ്റെ പേഴ്സൺ എന്ന് വെച്ചാൽ റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ. ദെൻ ക്യാഷ്, അത് ഓൾറെഡി തിരിച്ചു, റിയൽ. ബാങ്ക് അതൊരു അസറ്റാണ്, പക്ഷേ ബാങ്ക് ഒരു കമ്പനി കൂടെയാണ്, ദാറ്റ് മീൻസ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ. അപ്പോൾ ബാങ്ക് പേഴ്സണൽ അണ്ടറിൽ വരുവേ. ദെൻ ക്യാഷ് റിയൽ. ഫർണിച്ചറോ അതൊരു അസറ്റാണ്, ഫർണിച്ചർ, ടേബിൾ ഫർണിച്ചർ. ദെൻ അസറ്റ്സ് റിയൽ. മിഷനറി അതും ഒരു അസറ്റ്സ് ആയിരിക്കും, മിഷനറീസ് റിയൽ. മിഷനറി റിയൽ. ദെൻ ബാങ്ക് ഓൾറെഡി പറഞ്ഞു പേഴ്സണൽ. ക്യാഷ് ഓൾറെഡി പറഞ്ഞു റിയൽ. പർച്ചേസസോ നോമിനൽ, പർച്ചേസസ് നോമിനൽ. ദെൻ പർച്ചേസസ് നോമിനൽ. ശബരി ഓട്ടോമാറ്റിക്കലി അറിയാലോ, ഒരു പേഴ്സണൽ. ദെൻ ക്യാഷ് അത് റിയൽ. ക്യാരേജ് ഇൻവേർട്സ് നമ്മുടെ മെയിൻ എക്സ്പെൻസ് ആയിരിക്കും, ഭയങ്കര എക്സ്പെൻസ് ആയിരിക്കും, എവിടെ? നോമിനൽ. ദെൻ
ക്യാഷ് നമുക്ക് ഓൾറെഡി അറിയാം, റിയൽ. ബാങ്ക് പേഴ്സണൽ. ക്യാഷ് റിയൽ. സെയിൽസ് അതായിരിക്കും മെയിൻ ഇൻകം, നോമിനൽ. ജാൻ അത് ഓൾറെഡി നമ്മൾ തിരിച്ചായിരുന്നു, പേഴ്സണൽ. ജാൻ പേഴ്സണൽ ഒരാളല്ലേ, സെയിൽസ് നോമിനൽ, ക്യാഷ് റിയൽ. ശബരി പേഴ്സണൽ, ക്യാഷ് റിയൽ. ജാൻ പേഴ്സണൽ, ബാങ്ക് പേഴ്സണൽ. കമ്മീഷൻ നോമിനൽ, കമ്മീഷൻ നോമിനൽ, ഇൻകം. സെയിൽസ് നോമിനൽ, ബാങ്ക് പേഴ്സണൽ. സാലറി നോമിനൽ. ദെൻ ക്യാഷ് അത് റിയൽ. ബാങ്ക് പേഴ്സണൽ. റെൻറ്റ് പേ ചെയ്തത് നോമിനൽ. അപ്പോൾ ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കണം, പേഴ്സണൽ, റിയൽ, നോമിനൽ. അപ്പം നമുക്ക് ടോട്ടൽ പറഞ്ഞാൽ പേഴ്സണൽ എൻട്രി 4, റിയൽ എൻട്രി 3, ഇവിടെ എത്രയാണ് 6. അപ്പോൾ 13 അക്കൗണ്ട്സ് ഉണ്ട്. ഈ 13 അക്കൗണ്ട്സിനെ നമ്മൾ എത്രയായിട്ട് തിരിക്കുന്നു? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തിനാണ് ക്ലാസിഫൈ ചെയ്തത്? നമ്മുടെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഇനി പറ, ക്യാഷ് ബാങ്കിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ക്യാഷ് ഏതിന് എൻട്രി വരും? റിയൽ. ബാങ്ക് ഏതിന് എൻട്രി വരും? പേഴ്സണൽ. എന്നോർത്തുകൊണ്ട് ക്യാഷ് ബാങ്കിൽ നിന്ന് എഴുതിയാൽ എന്തായിരിക്കും? അയ്യോ, ക്യാഷ് റിയലാണ്, ബാങ്ക് പേഴ്സണലാണ്. ഇപ്പോൾ ക്യാഷ് റിയൽ, ശ്രുതി പേഴ്സണലായിരിക്കും. എന്നോർത്തുകൊണ്ട് ഇത് ശ്രുതിക്ക് ക്യാഷ് പേ ചെയ്തതാണോ ശ്രുതിയുടെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടിയതാണോ നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? അയ്യോ, അപ്പോൾ കൺഫ്യൂഷൻ മാറിയോ? ഇല്ല. പിന്നെ ഇത് ചെയ്തുകൊണ്ട് തന്നെ മെച്ചം? ചുമ്മാ ഇതുപോലെ അല്ലേ? ഇല്ല. ഇത് ചെയ്തുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അടുത്ത സ്റ്റെപ്പ് എന്താ? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പോൾ അതിന് മുമ്പ് എന്താ ഈ ഡെബിറ്റും ക്രെഡിറ്റും? ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ 2 വാക്കുകൾ കണ്ടുപിടിച്ചല്ല എഴുതി വെച്ചേക്കുന്നത്. ഇതിങ്ങനെ കോമയിട്ടല്ല എഴുതുന്നത്, ഇതൊരു ഓർഡറിലാണ് എഴുതുന്നത്. ഈ എഴുതുന്ന ഓർഡർ എന്ന് പറയുന്ന പേരാണ് ഡെബിറ്റും ക്രെഡിറ്റും. പൊതുവേ അക്കൗണ്ട്സ് പഠിച്ചിരിക്കുന്ന ചിലപ്പോൾ 5, 6, 8 വർഷം പഠിച്ചിട്ടുള്ള കുറേ ആൾക്കാർക്കും കിട്ടാത്തൊരു ക്വസ്റ്റനാണ്, എന്താ ഡെബിറ്റും ക്രെഡിറ്റും? അത് അക്കൗണ്ട്സിൽ കുറേ കേൾക്കുന്ന സാധനവും. അങ്ങനെയല്ല. ജേണലിലാണെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ്. ഇപ്പോൾ ജേണലിലെ ഡെബിറ്റ് ക്രെഡിറ്റ് മാത്രം ഞാൻ പറഞ്ഞുതരാം. ജേണലിലാണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വാക്കല്ലേ പൊതുവെ എഴുതുന്നത്. അത് എഴുതുന്ന ഓർഡർ എന്ന് പറയുന്ന പേരാണ് ഡെബിറ്റും ക്രെഡിറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ കോമയിട്ടല്ല നമ്മൾ എഴുതുന്നത്. പിന്നെയോ ഇത് 2 ലൈനായിട്ടായിരിക്കും നമ്മൾ പർട്ടിക്കുലൈസ് കോളത്തിൽ എഴുതി വെക്കുക. എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലൈസ് കോളത്തിൽ ആദ്യത്തെ ലൈനിൽ എഴുതേണ്ടതാണ് ഡെബിറ്റ്, രണ്ടാമത്തെ ലൈനിൽ എഴുതി വെക്കേണ്ടത് ഇച്ചിരി റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതേണ്ട വാക്കാണ് ക്രെഡിറ്റ്. എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതേണ്ട വാക്ക് ഡെബിറ്റും രണ്ടാമത് എഴുതുന്നത് ക്രെഡിറ്റും. ഇപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓർഡർ ഓഫ് റൈറ്റിംഗ് അക്കൗണ്ട്സ് ഇൻ ജേണൽ. ജേണലിലെ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് റൈറ്റിംഗ് അക്കൗണ്ട്സ്. ഫസ്റ്റ് എഴുതേണ്ടത് ഡെബിറ്റ്, രണ്ടാമത് എഴുതേണ്ടത് ക്രെഡിറ്റ്. അതാദ്യം മനസ്സിലാക്കാം. ഈ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ട്രഡീഷണൽ അപ്രോച്ചിന് ഒരു റൂളുണ്ട്. ആ റൂളിന് പറയുന്ന പേരാണ് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ഇത് വൃത്തിയായിട്ട് പഠിച്ചാൽ തന്നെ അക്കൗണ്ട്സ് പതിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത് ഇത്ര: പേഴ്സണൽ അണ്ടറിൽ ആൾക്കാരെ വരുന്നത്, കുറേ പേഴ്സൺസ് അല്ലേ വരുന്നത്, നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എന്താണെങ്കിലും ഒരു പേഴ്സൺസാണ് വരുന്നത്, ആൾക്കാരാണ് വരുന്നത്. അതിൽ ആൾ റിസീവർ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, റിസീവർ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. പെയ്ഡ് ക്യാഷ് ടു, ഇവിടെ പെയ്ഡ് ക്യാഷ് ടു ശബരി. ശബരിക്ക് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുത്തു. 2 അക്കൗണ്ട് ഏതൊക്കെയാണ്? ക്യാഷ് ശബരി. ശബരി എന്താ? പേഴ്സണാണ്. ശബരി അവിടെ റിസീവർ ആണോ ഗീവർ ആണോ? ശബരിക്ക് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊണ്ട് കൊടുത്തു. ബിസിനസ്സിനെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പം ശബരി ബിസിനസ്സിൻ്റെ ഒരു റിസീവറാണ്. റിസീവർ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി നേരെ തിരിച്ച് നോക്ക്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ശബരി. ശബരിയുടെ അടുത്ത് പോയി നമ്മൾ ഗുഡ്സ് മേടിച്ചു, 2 പേര് പർച്ചേസ് ശബരി. ശബരിയുടെ കാര്യം ചിന്തിക്കുക. ശബരി പേഴ്സണാണ്. ശബരിയുടെ കടയിൽ പോയി നമ്മൾ ഗുഡ്സ് മേടിച്ചു. ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുമ്പം ശബരി എന്ന് പറയുന്ന ബിസിനസ്സിന് ഗുഡ്സ് തന്ന ആളാണ്. ദാറ്റ് മീൻസ് ഗീവറാണ്. അപ്പം ഗീവറാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, റിസീവറാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? ഒരാൾ തന്നെ ഡെബിറ്റും ക്രെഡിറ്റും, റിസീവറും ഗീവറും വരാമോ? വരാം. റിസീവർ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. റിസീവർ ആണെങ്കിൽ ഡെബിറ്റ്, ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ്. അത് വൃത്തിയായിട്ട് പഠിക്കുക. റിസീവർ ഡെബിറ്റ്, ഗീവർ ക്രെഡിറ്റ്. പേഴ്സണൽ അക്കൗണ്ട് രണ്ടര കുറേ ആൾക്കാരെ വരുന്നത്, ഇത്ര പഠിക്കണം. റിസീവർ ആണെങ്കിൽ ഡെബിറ്റ്, ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ്. റിസീവർ ഡെബിറ്റ്, ഗീവർ ക്രെഡിറ്റ്. റിസീവർ ഡെബിറ്റ്, ഗീവർ ക്രെഡിറ്റ്. ഒരു പേഴ്സൺ അത് റിസീവർ ആണെങ്കിൽ അയാളെ പിടിച്ച് ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതുക. എന്ന് പറഞ്ഞാൽ ജേണൽ ആദ്യം എഴുതിക്കോണം. ഒരു പേഴ്സൺ റിസീവർ ആണെങ്കിൽ ഫസ്റ്റ് എഴുതണം, ഗീവർ ആണെങ്കിൽ രണ്ടാമത് എഴുതണം, ക്രെഡിറ്റ് ആയിട്ട് എഴുതണം, രണ്ടാമത് എഴുതണം. ഇനി റിയൽ എൻട്രി വരുന്നതോ ക്യാഷ്, ഫർണിച്ചർ, മിഷർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ റിയൽ എൻട്രി വന്നത്. അസറ്റ്സ്, അത് ഇത്രേ ഉള്ളൂ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, അത് വന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ്, പോയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ്. ഈ റൂൾ വൃത്തിയായിട്ട് പഠിച്ചോളൂ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. വന്നിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ്, പോയിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ്. ഇത് ചിലർ കൊമേഴ്സുകാർ പഠിച്ചിട്ടുണ്ടാവും, ചിലർ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ഇത്ര നാൾ നിങ്ങൾ പഠിച്ചിട്ട് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ പ്രൊഫഷണൽ കോഴ്സ് വരുമ്പോൾ നമ്മളത് പഠിക്കണം, അറിയണം. ദെൻ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പം ക്യാഷ് വന്നാൽ ഡെബിറ്റ്, പോയ ക്രെഡിറ്റ്. ഫർണിച്ചർ വന്നാൽ ഡെബിറ്റ്, ഫർണിച്ചർ പോയ ക്രെഡിറ്റ്. ക്യാഷ് വരിക എന്ന് പറഞ്ഞാൽ ക്യാഷ് കിട്ടുമ്പോൾ ഡെബിറ്റ്, ക്യാഷ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റ്. ഫർണിച്ചർ മേടിക്കുമ്പോൾ ഡെബിറ്റ്, അതെടുത്ത് വിറ്റാൽ ക്രെഡിറ്റ്. ദെൻ നോമിനൽ അക്കൗണ്ടിൻ്റെ അണ്ടറിൽ വരുന്നതോ പിന്നെ എക്സ്പെൻസസും
ഇൻകംസ് ഒക്കെ അല്ലേ? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. നഷ്ടങ്ങൾ ബിസിനസ്സിൽ സംഭവിച്ചാലും അതും എക്സ്പെൻസ് പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഒരു എക്സ്പെൻസ് ആണ്, ഇതൊരു ബിസിനസ് സംബന്ധിച്ചൊരു എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്യുക, ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഈ റൂൾ ഒന്ന് പഠിച്ചേ. ഇത്രയും ചിന്തിക്കണം കേട്ടോ. ഒരു അക്കൗണ്ട് ഏതിന് അണ്ടർ വരും? പേഴ്സണൽ ആണെങ്കിൽ റിസീവർ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്തോണം, ഗീവർ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി റിയൽ ആണെങ്കിലോ വന്നെങ്കിൽ ഡെബിറ്റ്, പോയെങ്കിൽ ക്രെഡിറ്റ്. നോമിനൽ ആണെങ്കിലോ എക്സ്പെൻസ് ആണെങ്കിൽ ഡെബിറ്റ്, ഇൻകം ആണെങ്കിൽ ക്രെഡിറ്റ്. ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. അത് ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എങ്കിലും നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താ? അസർട്ടൈൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബൈ ഫോളോയിങ് ട്രഡീഷണൽ അപ്രോച്ച്. അസർട്ടൈൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബൈ ഫോളോയിങ് ട്രഡീഷണൽ അപ്രോച്ച്. ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെ വരും? ക്ലിയർ? ട്രഡീഷണൽ അപ്രോച്ച് പ്രകാരം ഇതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറയാം. ഓർഡർ കണ്ടുപിടിക്കണം. ഈ എഴുതി വെച്ച വാക്കുകൾക്ക് ഒരു ഓർഡറിലേക്ക് മാറ്റണം, അത്രേ ഉള്ളൂ. ഒരു ഓർഡറിലേക്ക് മാറ്റണം. ഇതേപോലെ ഓർഡറിൽ മാറ്റുക എന്ന് പറഞ്ഞാൽ 2 ലൈനിലായിട്ട് എഴുതാവുന്ന രീതിയിലേക്ക് മാറ്റും. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സൽമാൻ സ്റ്റാർട്ടഡ് എ ഫുഡ്വെയർ ഷോപ്പ് നെയ്മഡ് സൽമാൻ ഫുഡ്വെയർസ് വിത്ത് ക്യാഷ്. 2 അക്കൗണ്ട് ഏതൊക്കെയാണ്? ക്യാഷും ക്യാപിറ്റലും. ക്യാഷ് ഏതിന് അണ്ടറിൽ? റിയൽ. ക്യാപിറ്റൽ ഏതിന് അണ്ടറിൽ? പേഴ്സണൽ. ഇനി അതിൻ്റെ റൂൾ എന്താ? ക്യാഷ് റിയൽ. റിയലിൻ്റെ റൂൾ എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ നോക്കുക, സൽമാൻ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ട് തന്നു. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് കംസ് ഇൻ വന്നു. അപ്പോൾ ക്യാഷിനെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഡെബിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാഷിനെ ആദ്യം എഴുതുക. അപ്പോൾ ക്യാപിറ്റലോ ഓട്ടോമാറ്റിക്കലി ഒന്ന് ഡെബിറ്റ് ആണ്, അടുത്തത് ക്രെഡിറ്റേ വരുവുള്ളൂ. അത് ഉറപ്പാട്ടോ. ഒന്ന് ഡെബിറ്റ് ആണെങ്കിൽ അടുത്ത ക്രെഡിറ്റ് ആയിരിക്കും. ഇങ്ങനെ കേട്ടോ, എവരി ആക്ഷൻ വിൽ ഹാവ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? സയൻസ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ എവരി ഡെബിറ്റ് വിൽ ഹാവ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്രെഡിറ്റ്. ഒന്ന് ഡെബിറ്റ് ആണ്, അടുത്തത് ക്രെഡിറ്റേ വരുവുള്ളൂ. വരണം, അങ്ങനെ വേണം വരാൻ. സോ ക്യാഷ് റിയൽ വന്നു, ഡെബിറ്റ്. ഇനി ക്യാപിറ്റൽ ഏതിന് അണ്ടറിലാണ് വരുന്നത്? അടുത്ത വാക്ക് ക്യാപിറ്റൽ അല്ലേ? ക്യാപിറ്റൽ ഏതിന് അണ്ടറിൽ വരും? ക്യാപിറ്റൽ പേഴ്സണൽ. പേഴ്സണൽ റൂൾ എന്താ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. ഓണർ ഇവിടെ റിസീവർ ആണോ ഗീവർ ആണോ? ആ ക്യാപിറ്റൽ കൊണ്ടേ തന്ന ആളല്ലേ നമ്മുടെ സൽമാൻ. അപ്പോൾ ഗീവർ അല്ലേ? അപ്പോൾ ഗീവറെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. സൽമാനിനുള്ള പേരിന് പകരം ക്യാപിറ്റൽ നമ്മളോട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഓർഡർ ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ആദ്യം എഴുതിയിരിക്കുന്നത് ഡെബിറ്റ് ആയിരിക്കും, രണ്ടാമത് ഇച്ചിരി റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നത് അത് ക്രെഡിറ്റ് ആയിരിക്കും. ഇസ് ക്ലിയർ? ദെൻ അടുത്തത്, ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. 2 അക്കൗണ്ട് ഏതൊക്കെയായിരിക്കും? ക്യാഷും ബാങ്കും. ക്യാഷ് ഏതിന് അണ്ടറിൽ വരും? റിയൽ. റിയലിൻ്റെ റൂൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ ക്യാഷ് വന്നോ പോയോ? ക്യാഷ് കയ്യിലുണ്ടായിരുന്നു, അത് ബാങ്ക് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ കയ്യിലിരിക്കുന്ന നോട്ട് ക്യാഷ് അത്രയും പോയി. സോ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇനി ബാങ്ക് ഏതിന് അണ്ടറിൽ വരും? റിയൽ അല്ല, പേഴ്സണൽ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ബാങ്ക് ഇത് നമ്മളെ സംബന്ധിച്ചോ നമ്മുടെ പൈസ മേടിച്ചെടുത്ത ആളല്ലേ, ബാങ്കിലേക്ക് നമ്മൾ പൈസ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. റിസീവർ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. ഈ ഒരു ഓർഡറിൽ പറയണം, ഓർഡറിൽ എഴുതണം, അത്രേ ഉള്ളൂ. ദെൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. നമ്മൾ ഫർണിച്ചർ മേടിച്ചു, ക്യാഷ് കൊടുത്തു. 2 അക്കൗണ്ടുകൾ ഏതൊക്കെ വരും? ഫർണിച്ചറും ക്യാഷും. ഫർണിച്ചർ ഏതിന് അണ്ടറിലാണ് വരുന്നത്? ഫർണിച്ചറും ക്യാഷും. ഫർണിച്ചർ ഏതിന് അണ്ടറിൽ വരും? റിയൽ. ക്യാഷും റിയൽ. ചിന്തിക്കുക, റിയൽ റൂൾ എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഫർണിച്ചർ എന്ന അസറ്റ് വന്നു, ഡെബിറ്റ്. ക്യാഷ് എന്ന അസറ്റ് പോയി, അപ്പോൾ ക്രെഡിറ്റ്. ഫർണിച്ചർ, ക്യാഷ്. ഓക്കെ അല്ലേ? ഇതിന് അടുത്തത് പർച്ചേസ്ഡ് മിഷനറി ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. 2 അക്കൗണ്ട് ഏതൊക്കെ വരും? മിഷനറിയും ബാങ്കും. മിഷനറി ഏതിന് അണ്ടറിൽ വരും? റിയൽ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. മിഷനറി മേടിച്ചു, അപ്പോൾ മിഷനറി വന്നു, മിഷനറി ഡെബിറ്റ് ചെയ്യണം. ബാങ്കോ? ബാങ്ക് ഇവിടെ റിസീവറാണ് ഗീവറാണ്. നമുക്ക് വേണ്ടി ആ പേയ്മെൻറ്റ് കൊടുത്തത് ബാങ്ക് അല്ലേ, അപ്പോൾ ബാങ്ക് ഗീവർ. അപ്പോൾ ബാങ്കിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ദെൻ 5th വൺ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. 2 അക്കൗണ്ട് ഏതൊക്കെ വരും? പർച്ചേസസും ക്യാഷും. പർച്ചേസസും ക്യാഷും. പർച്ചേസസ് ഏതിന് അണ്ടറിൽ വരും? ഒരു നോമിനൽ അക്കൗണ്ടാണ്, എക്സ്പെൻസാണ്. പർച്ചേസസ് ഒരു നോമിനൽ അക്കൗണ്ടാണ്, എക്സ്പെൻസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസസ് ഇവിടെ 2 അക്കൗണ്ട് ഏതൊക്കെ വരും? പർച്ചേസസും ക്യാഷും. പർച്ചേസസ് ഏതിന് അണ്ടറിൽ വരും? നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ റൂൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. പർച്ചേസ് ആണ് ഒരു ബിസിനസ്സിൻ്റെ മെയിൻ വരുന്ന എക്സ്പെൻസ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാഷോ? ക്യാഷ് റിയൽ. വന്നോ പോയോ? പോയി. ഗുഡ്സ് മേടിച്ചപ്പോൾ ക്യാഷ് കൊടുക്കണമല്ലോ, ക്യാഷ് പോയി, ക്രെഡിറ്റ് ചെയ്യണം. ഇസ് എ ക്ലിയർ? പർച്ചേസസ് ക്യാഷ്. then അടുത്ത പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ശബരി. 2 അക്കൗണ്ടുകൾ ഏതൊക്കെ വരും? പർച്ചേസസും ശബരി. പർച്ചേസ് നോമിനൽ അക്കൗണ്ടാണ്, എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ശബരി പേഴ്സണാണ്. അപ്പോൾ ചിന്തിക്കണം, ശബരി ഇവിടെ റിസീവറാണ് ഗീവറാണോ? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗീവർ. ശബരിയുടെ കടയിൽ പോയി നമ്മൾ ഗുഡ്സ് മേടിച്ചു, ശബരി നമുക്ക് ഗുഡ്സ് തന്ന ആളാണ്, ഗീവറാണ്. അപ്പോൾ ശബരിനെ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ പർച്ചേസസ് ശബരി. ദെൻ നെക്സ്റ്റ്
പേയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ത്രൂ ക്യാഷ്. രണ്ട് അക്കൗണ്ട് ഏതൊക്കെ വരും? ക്യാഷും ക്യാരേജ് ഇൻവേർട്സും. ക്യാഷ് റിയൽ വന്നോ പോയോ അത് മതി, പോയി, അപ്പോൾ ക്രെഡിറ്റ്. ക്യാരേജ് ഇൻവേർട്സോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് വരും. അങ്ങനെയല്ല, ക്യാരേജ് ഇൻവേർട്സ് നോമിനലാണ്, എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ക്യാരേജ് ഇൻവേർട്സ് ക്യാഷ്. ദെൻ 8th വൺ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. രണ്ട് അക്കൗണ്ട് ഏതൊക്കെ? ക്യാഷും ബാങ്കും. ക്യാഷും ബാങ്കും. ക്യാഷ് ഏതിന് എൻട്രി വരും? ക്യാഷ് റിയൽ. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരും. ക്യാഷ് റിയൽ വന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇനി ബാങ്കോ, ബാങ്കിൽ നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് തന്ന ആളാണ്, ഗീവറാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇതുവരെ ഓക്കെ ആണോ? ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഗുഡ്സ് വിറ്റ് ക്യാഷ് കിട്ടി. രണ്ട് അക്കൗണ്ട് ഏതൊക്കെ വരും? സെയിൽസും ക്യാഷും. സെയിൽസും. ക്യാഷ് റിയൽ വന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. സെയിൽസ് നോമിനൽ ഇൻകം, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് ഡെബിറ്റ്, സെയിൽസ് ക്രെഡിറ്റ്. ദെൻ പെയ്ഡ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ജാൻ. ജാനിന് നമ്മൾ ഗുഡ്സ് വിറ്റു. സെയിൽസും ജാനും. സെയിൽസ് നോമിനലാണ്, ഇൻകം ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ജാന് നമ്മൾ ഗുഡ്സ് വിറ്റു. ജാൻ അപ്പം നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് റിസീവറാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ജാന് സെയിൽസ്. ദെൻ 11 പെയ്ഡ് ക്യാഷ് ടു ശബരി. ശബരിക്ക് നമ്മൾ ക്യാഷ് പേ ചെയ്തു. ശബരിക്ക് നമ്മൾ ക്യാഷ് പേ ചെയ്തു. രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെ വരും? ക്യാഷും ശബരി. ക്യാഷ് റിയൽ പോയി, ശബരിക്ക് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്തു. നമ്മുടെ കാര്യം ചിന്തിക്കണം, ശബരിയുടെ പുറകെ പോയേക്കരുത്. ബിസിനസ്സിനെ സംബന്ധിച്ച് ശബരി ക്യാഷ് കൊടുത്തു, ക്യാഷ് പോയി, അതുകൊണ്ട് ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. ശബരിയോ ആ ക്യാഷ് റിസീവ് ചെയ്ത ആളാണ്, ബിസിനസ്സിനെ സംബന്ധിച്ച് റിസീവറാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ദെൻ അടുത്തത് റിസീവ്ഡ് ക്യാഷ് ഫ്രം ജാൻ. രണ്ട് അക്കൗണ്ട് ഏതൊക്കെ ആയിരിക്കും? ക്യാഷും ജാനും. ക്യാഷ് റിയൽ വന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ജാൻ ഇവിടെ ക്യാഷ് തന്ന ആളാണ്, ഗീവറാണ്, ക്രെഡിറ്റ് ചെയ്യണം. ദെൻ 13 റിസീവ്ഡ് കമ്മീഷൻ ബാങ്ക് അക്കൗണ്ട്. റിസീവ്ഡ് കമ്മീഷൻ ബാങ്ക് അക്കൗണ്ട്, നമുക്ക് കമ്മീഷൻ കിട്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്. അപ്പോൾ എന്ത് ചെയ്യും? കമ്മീഷൻ ഇൻകം ആണ്, നോമിനലാണ്, ഇൻകം ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് നമുക്ക് പൈസ മേടിച്ചെടുത്ത ആളാണ്, റിസീവറാണ്, ഡെബിറ്റ് ചെയ്യണം. ദെൻ 14 സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആണ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. ഗുഡ്സ് വിറ്റു 10,000-ന്, പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ടുകൾ വരും? സെയിൽസും ബാങ്കും. സെയിൽസും ബാങ്കും. സെയിൽസ് നോമിനലാണ്, ഇൻകം ആണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഗുഡ്സ് വിൽക്കുമ്പോൾ അത് സെയിൽസ് എന്താണെങ്കിലും നോമിനലാണ്, ഇൻകം ആണ്, ക്രെഡിറ്റ് ചെയ്യണം. ബാങ്ക് റിസീവറാണ്, പൈസ മേടിച്ചെടുത്ത ആളാണ്, ഡെബിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്. രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെ ആയിരിക്കും? ക്യാഷും സാലറി. ക്യാഷും സാലറി. ക്യാഷ് റിയൽ പോയി, അതുകൊണ്ട് ക്രെഡിറ്റ്. സാലറി നോമിനലാണ്, ഓഫ് കോഴ്സ് അത് ബിസിനസ്സിനെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസ് ആണ്, അപ്പോൾ അതുകൊണ്ട് ഡെബിറ്റ്. സാലറി ക്യാഷ്. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്. രണ്ട് അക്കൗണ്ട്. റെൻറ്റ് നോമിനലാണ്, എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ബാങ്ക് അത് പേ ചെയ്തതാണ്, ഗീവറാണ് നമ്മളെ സംബന്ധിച്ച് ബിസിനസ്സിൻ്റെ, സോ ക്രെഡിറ്റ്. റെൻറ്റ് ബാങ്ക്. അപ്പം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഓർഡറിൽ പറയണം, ഡെബിറ്റും ക്രെഡിറ്റും ആക്കി പറയണം. എന്ന് പറഞ്ഞാൽ രണ്ട് പേര് എഴുതുമ്പോൾ ഇത്ര ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ പേര് എഴുതുമ്പോൾ അതൊരു ഓർഡറിൽ എഴുതണം. അത് ഇങ്ങനെ കോമയായിട്ട് എഴുതുന്നത് 2 ലൈനായിട്ട് എഴുതണം. ആദ്യം പറയേണ്ടത് ഡെബിറ്റ്, രണ്ടാമത് പറയേണ്ടത് ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ സൽമാൻ സ്റ്റാർട്ടഡ് ഫുഡ്വെയർ ഷോപ്പ് നെയിംഡ് സൽമാൻ ഫുഡ്വെയർ വിത്ത് ക്യാഷ്. രണ്ട് അക്കൗണ്ട് അതൊക്കെ? ക്യാഷും ക്യാപിറ്റലും. ക്യാഷ് റിയൽ വന്നു, അതുകൊണ്ട് ഡെബിറ്റ് എന്ന് പറയാൻ ആദ്യം എഴുതണം. ക്യാപിറ്റൽ പേഴ്സണലാണ്, ഗീവറാണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. അപ്പോൾ ക്യാഷ് ക്യാപിറ്റൽ എന്ന് വരും. ക്യാഷ് ക്യാപിറ്റൽ ഓർഡർ. ക്യാഷ് ക്യാപിറ്റൽ. ദെൻ അടുത്തത് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. രണ്ട് അക്കൗണ്ട് ക്യാഷും ബാങ്കും. ക്യാഷ് റിയൽ, ക്യാഷ് ബാങ്കോട് ഡിപ്പോസിറ്റ് ചെയ്തു, പോയി, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം, രണ്ടാമത് എഴുതണം. ബാങ്ക് റിസീവറാണ്, ബാങ്കിൽ പൈസ മേടിച്ചെടുത്ത ആളാണ്, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതണം? ബാങ്ക് ക്യാഷ്. ദെൻ അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ റിയൽ വന്നു, ക്യാഷ് റിയൽ പോയി, അപ്പോൾ ഫർണിച്ചർ ക്യാഷ്. ദെൻ പർച്ചേസ്ഡ് മിഷനറി ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. മിഷനറി ബാങ്കിൽ വരും. മിഷനറി റിയൽ വന്നു, ബാങ്ക് പേഴ്സണലാണ്, ഗീവറാണ്, ക്രെഡിറ്റ്, അപ്പോൾ മിഷനറി ബാങ്ക്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. രണ്ട് അക്കൗണ്ട് പർച്ചേസസും ക്യാഷും. പർച്ചേസസ് നോമിനലാണ്, എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ക്യാഷ് പോയി, ക്രെഡിറ്റ്. ദെൻ പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ശബരി. പർച്ചേസസ് നോമിനലാണ്, എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ശബരി ഗീവറാണ്, ഗുഡ്സ് തന്ന ആളാണ്, ക്രെഡിറ്റ്. ദെൻ പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ഫോർ ക്യാഷ്. ക്യാഷ് റിയൽ നോമിനൽ, റിയൽ പോയി, ക്യാരേജ് ഇൻവേർട്സ് നോമിനൽ, എക്സ്പെൻസ്, ഡെബിറ്റ്. ദെൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ക്യാഷ് വിഡ്രോ ചെയ്തു, ക്യാഷ് വന്നു, ക്യാഷ് ഡെബിറ്റ്, റിയൽ. ബാങ്ക് ഗീവറാണ്, ക്രെഡിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ 9 സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെ വരും? ക്യാഷ് ഇങ്ങോട്ട് വരുമല്ലേ, ഗുഡ്സ് വയ്ക്കുമ്പോൾ വന്നു, ഡെബിറ്റ്. സെയിൽസ് നോമിനലാണ്, ഇൻകം ആണ്, ക്രെഡിറ്റ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ജാനിന് നമ്മൾ ഗുഡ്സ് വിറ്റു. ഏതൊക്കെ? ജാനും വരും, സെയിൽസും വരും. ജാൻ പേഴ്സണലാണ്, റിസീവറാണ്, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം, അപ്പോൾ ജാൻ. ദെൻ സെയിൽസ് നോമിനലാണ്, ഇൻകം ആണ്, ക്രെഡിറ്റ്. ദെൻ 11 പെയ്ഡ് ക്യാഷ് ടു ശബരി. ശബരിക്ക് നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കുവാണെങ്കിലോ? ശബരിയും വരും, ക്യാഷും വരും. ശബരി റിസീവറാണ്, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് പോയി, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ദെൻ
റിസീവ്ഡ് ക്യാഷ് ഫ്രം ജാൻ, ഞാനടുത്ത് ക്യാഷ് കിട്ടി, ക്യാഷ് റിയൽ വന്നു, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം. ജാൻ അത് ക്യാഷ് തന്നാലാണ്, ഗീവറാണ്, ക്രെഡിറ്റ് ചെയ്യണം. ഈസ് ഇറ്റ് ക്ലിയർ? 13 റിസീവ്ഡ് കമ്മീഷൻ ഇൻ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്കും വരും, കമ്മീഷൻ വരും. ബാങ്ക് പൈസ മേടിച്ചെടുത്ത ആളാണ്, റിസീവറാണ്, അപ്പോൾ ഡെബിറ്റ്. കമ്മീഷൻ ഒരു ഇൻകം ആണ്, നോമിനൽ അക്കൗണ്ട് ആണ്, ഇൻകം ആണ്, ക്രെഡിറ്റ് ചെയ്യണം ബാങ്ക് കമ്മീഷൻ. ദെൻ 14 സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആണ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. ബാങ്ക് സെയിൽസ്, ബാങ്ക് റിസീവറാണ്, ഡെബിറ്റ്. സെയിൽസ് നോമിനൽ ഇൻകം ആണ്, ക്രെഡിറ്റ്. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്, സാലറി നോമിനലാണ്, എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ക്യാഷ് റിയൽ ആണ്, പോയി, ക്രെഡിറ്റ്. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്, റെൻറ്റ് നോമിനലാണ്, എക്സ്പെൻസ് ആണ്, ഡെബിറ്റ്. ബാങ്ക് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്, ഗീവറാണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. ഈസ് ഇറ്റ് ക്ലിയർ? ഇതുവരെ ഓക്കെ ആണോ? എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ പേര് വന്നതെന്നൊക്കെയാണ് ഞാൻ ഈ കാണിച്ചു തന്നത്. ഇങ്ങനെ വേണം ജേണൽ എഴുതാൻ. ഈസ് ഇറ്റ് ക്ലിയർ? ഈസ് ഇറ്റ് ക്ലിയർ? ഇത് അറിയണമെങ്കിൽ റൂള് നന്നായിട്ട് അറിയണം, ഏതൊക്കെ പേര് വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിയണം. ഓക്കെ, കണ്ടുപിടിക്കാൻ. അപ്പോൾ ആ കൺഫ്യൂഷൻ നമുക്ക് മാറുമോ നോക്കട്ടെ. ഒരിക്കലും ക്യാഷ് ബാങ്ക് ഇങ്ങനെ എഴുതില്ലല്ലോ. ഒന്നെങ്കിൽ എങ്ങനെ എഴുതുന്നേ? ക്യാഷ് ഡെബിറ്റ്, ബാങ്ക് ക്രെഡിറ്റ്, എമൗണ്ട് 1000. ഇതെന്തായിരിക്കും? ക്യാഷിനെ ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്യാഷ് റിയൽ വന്നു, ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തു, അല്ലെങ്കിൽ നേരെ തിരിച്ച്. ഇതെന്തായിരിക്കും? ക്യാഷ് പോയി, അതുകൊണ്ട് ക്രെഡിറ്റ്. ബാങ്ക് റിസീവറാണ്, ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റഡ് ക്യാഷ് ഇൻ ബാങ്ക്. അപ്പം നമുക്ക് ആ കൺഫ്യൂഷൻ എലമെൻറ്റ് ഇനി വരത്തില്ല. ക്യാഷ് ശ്രുതി എന്നെഴുതുന്നതിന് പകരമോ, ക്യാഷ് ശ്രുതി ആണെങ്കിലോ, ഓർഡറിൽ അങ്ങനെയാണെങ്കിലോ ക്യാഷ് വന്നു, അപ്പോൾ ശ്രുതിയുടെ അടുത്ത് നമുക്ക് ക്യാഷ് കിട്ടി. ശ്രുതി ക്യാഷ് എന്നാണെങ്കിലോ ശ്രുതിക്ക് അങ്ങോട്ട് ക്യാഷ് കൊടുത്തു. ദാറ്റ് മീൻസ് ഇനി കൺഫ്യൂഷൻ വരുമോ? ഇല്ല. ഇങ്ങനെയാണ് നമ്മളൊരു ജേണലിൽ പർട്ടിക്കുലൈസ് കോളത്തിൽ എഴുതേണ്ടത്. ഈസ് ഇറ്റ് ക്ലിയർ? ദെൻ ഇതിന് തന്നെ മറ്റൊരു അപ്രോച്ച് ഉണ്ട്. ഏത് അപ്രോച്ച്? മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ച് നമ്മൾ അക്കൗണ്ടുകൾ 5 ആയിട്ട് തിരിക്കും. അസറ്റ്സ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അസറ്റ്സ് അറിയാലോ, ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതകൾ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണറുടെ കോൺട്രിബ്യൂഷൻ, ദെൻ ഇൻകം, എക്സ്പെൻസ് ഒക്കെ അറിയാലോ. ക്ലാസിഫൈ ദ എബോ അക്കൗണ്ട്സ് ഇൻറ്റു 5 അണ്ടർ മോഡേൺ അപ്രോച്ച്. 1D ക്ലാസിഫൈ ദ എബോ അക്കൗണ്ട്സ് ഇൻറ്റു 5 അണ്ടർ മോഡേൺ അപ്രോച്ച്. നമ്മൾ എഴുതി വെച്ച അക്കൗണ്ടുകളെ എന്തായിട്ട് തിരിക്കുക? 5 ആയിട്ട് തിരിക്കുക. ഏത്? ഈ എഴുതി വെച്ച അക്കൗണ്ടുകളെ 5 ആയിട്ട് തിരിക്കുക. ഇങ്ങനെ വരും. അല്ലെങ്കിൽ ഇങ്ങനെ പറ, സൽമാൻ സാറിൻ്റെ ഫുഡ്വെയർ ഷോപ്പിന് ഇട്ട് സൽമാൻ ഫുഡ്വെയർസ് വിത്ത് ക്യാഷ്. 2 അക്കൗണ്ട് ഏതൊക്കെയാണ്? ക്യാഷും ക്യാപിറ്റൽ. ഈ ക്യാഷ് ഏതിനണ്ടറിൽ വരും? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. ക്യാഷ് ഓഫ് കോഴ്സ് ക്യാഷ് ഒരു അസറ്റ് ആയിരിക്കും. പിന്നെയോ ക്യാപിറ്റൽ ഏതിനണ്ടറിൽ വരും? ക്യാപിറ്റലിനണ്ടറിൽ വരും. അടുത്തത് ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡിപ്പോസിറ്റഡ് ക്യാഷ്. 2 അക്കൗണ്ട് ബാങ്കും ക്യാഷും. ബാങ്ക് ബാലൻസ് അതൊരു അസറ്റ് ആയിരിക്കും, ക്യാഷും അസറ്റ് തന്നെയായിരിക്കും. ദെൻ പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്, ഫർണിച്ചറും ക്യാഷും രണ്ടും അസറ്റാണ്, അസറ്റ്സിന് അണ്ടറിൽ വരും. ദെൻ പർച്ചേസ്ഡ് മിഷറി ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. മിഷറി മേടിച്ചു, ബാങ്കിൽ നിന്ന് പൈസ കൊടുത്തു. മിഷറിയും ബാങ്കും രണ്ടും അസറ്റാണ്. മിഷറിയും അസറ്റിന് അണ്ടറിൽ വരും, ബാങ്കും അസറ്റിന് അണ്ടറിൽ വരും. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസസും ക്യാഷും. പർച്ചേസസ് അതാണ് മെയിൻ എക്സ്പെൻസ്, എക്സ്പെൻസിന് അണ്ടറിൽ വരും. ക്യാഷ് അസറ്റ്സിന് അണ്ടറിൽ വരും. ദെൻ പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ശബരി, പർച്ചേസസും ശബരിയും വരും. പർച്ചേസസ് എവിടെ വരും? നോമിനൽ എൻട്രി വരും. ശബരി എന്ന് പറയുമ്പോൾ കടത്തിന് നമ്മൾ ഗുഡ്സ് മേടിച്ച ആളല്ലേ, അപ്പോൾ അത്രയും ശബരിക്ക് കൊടുക്കണ്ടേ, അതൊരു ലൈബിലിറ്റി ആയിട്ട് വരും. ശബരി ഒരു ലൈബിലിറ്റിയാണ്. ദെൻ പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ത്രൂ ക്യാഷ്, ക്യാരേജ് ഇൻവേർട്സ് കൊടുത്തു, വണ്ടിക്കൂലി കൊടുത്തു ത്രൂ ക്യാഷ് ആയിട്ട്. ഇപ്പോൾ 2 അക്കൗണ്ടുകൾ ക്യാരേജ് ഇൻവേർട്സും ക്യാഷും. ക്യാരേജ് ഇൻവേർട്സോ എക്സ്പെൻസിൻ്റെ അണ്ടറിൽ വരും, ക്യാഷ് അസറ്റ്. ദെൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു, ക്യാഷും ബാങ്കും. ക്യാഷ് ഏതിന് അണ്ടറിൽ വരും? അസറ്റിന് അണ്ടറിൽ. ബാങ്കും ഏതിന് അണ്ടറിൽ വരും? അസറ്റ്സിന് അണ്ടറിൽ. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ഗുഡ്സ് വിറ്റു, ക്യാഷും സെയിൽസും. ക്യാഷ് അസറ്റിന് അണ്ടറിലും സെയിൽസോ ഇൻകത്തിന് അണ്ടറിലും. ദെൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ജാൻ, ജാനിന് നമ്മൾ ഗുഡ്സ് വിറ്റു. 2 പേര് ജാനും സെയിൽസും. ജാൻ സെയിൽ ചെയ്തിട്ട് പൈസ തരാനുള്ള ആളാണ്, അസറ്റ്സിന് അണ്ടറിൽ വരും. സെയിൽസ് ഇൻകം. ദെൻ പെയ്ഡ് ക്യാഷ് ടു ശബരി, നമ്മൾ ശബരിക്ക് ക്യാഷ് കൊടുത്തു. 2 അക്കൗണ്ടുകൾ ക്യാഷ് ശബരി, അത് നമ്മൾ ഓൾറെഡി എഴുതി. ക്യാഷ് അസറ്റ്, ശബരി നമുക്കൊരു ലൈബിലിറ്റി ആയിരുന്നു, അതിപ്പോൾ കുറച്ച് കൊടുത്തു, ലൈബിലിറ്റി തന്നെ. ദെൻ റിസീവ്ഡ് ക്യാഷ് ഫ്രം ജാൻ, ജാനിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കിട്ടി, പൈസ തരാനുള്ള ആളല്ലേ, ക്യാഷും അസറ്റ്, ജാനും അസറ്റ്. ദെൻ റിസീവ്ഡ് കമ്മീഷൻ ഇൻ ബാങ്ക് അക്കൗണ്ട്, കമ്മീഷൻ കിട്ടി ബാങ്ക് അക്കൗണ്ടിലേക്ക്, ബാങ്കും കമ്മീഷനും. ബാങ്ക് അസറ്റ്, കമ്മീഷനോ നമുക്ക് കിട്ടിയത് ഇൻകം. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ 10,000 റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്, ബാങ്കും സെയിൽസും വരും. ബാങ്ക് അസറ്റ്, സെയിൽസ് ഇൻകം. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്, ക്യാഷ് സാലറിയും വരും. ക്യാഷ് അസറ്റ്, സാലറി എക്സ്പെൻസ്.
പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്, റെൻറ്റും ബാങ്കും. റെൻറ്റ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു എക്സ്പെൻസ് ആയിരിക്കും, ബാങ്ക് ഒരു അസറ്റും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടുകൾ നമുക്ക് 5ആയിട്ടും തിരിക്കാം. ഇത് സ്കൂളിൽ കുറേ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ട്രഡീഷണലും പഠിക്കുക, രണ്ടും പഠിക്കുക. ഒരു ഇത് അപ്പോൾ രണ്ടും എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കാനാ. അപ്പോൾ ഒന്ന് പഠിച്ചാൽ പോരെ? ഒരു യുദ്ധത്തിന് മുമ്പ് എത്ര ആയുധം ഉണ്ടെങ്കിലും നല്ലതല്ലേ? ആ ആയുധമാണ് റൂട്ട്സ്. അതുകൊണ്ട് രണ്ടും പഠിച്ചിരിക്കുക. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ അക്കൗണ്ടുകൾ 5ആയിട്ട് തിരിക്കാൻ ഇതിലൂടെ എളുപ്പമല്ലേ? അസറ്റ്സ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. ഇനി ഇതിന് റൂളുണ്ട്. ഈ റൂള് നമുക്ക് പഠിക്കാൻ ഇച്ചിരൂടെ എളുപ്പമുണ്ട്. ട്രഡീഷണൽ ആണ് നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുള്ളൂ എങ്കിലും ഓരോന്നിനും സെപ്പറേറ്റ് റൂൾ അല്ലേ? പേഴ്സണൽ ആണെങ്കിൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ഗിവർ. റിയൽ ആണെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. നോർമലി ഡെബിറ്റ് ഓൾ എക്സ്പെൻസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ക്ലിയർ? ഇനി ഇതിൻ്റെ റൂൾ ഇത്രേ ഉള്ളൂ. ഇൻക്രീസ് ചെയ്താൽ ഏത് അസറ്റ്സും എക്സ്പെൻസസും രണ്ടിനും ഒരേ റൂളാണ്. അസറ്റ്സും എക്സ്പെൻസസും ഇൻക്രീസ് ചെയ്താൽ രണ്ടിനും ഡെബിറ്റ് ചെയ്യുക. അത് ഡിക്രീസ് ആണ് ചെയ്യുന്നതെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. അസറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അസറ്റ് കൂടുക. അസറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ ക്യാഷ് കൂടുക. അപ്പോൾ ക്യാഷ് അസറ്റ് അല്ലേ? കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ഏതൊക്കെ അസറ്റ്സ്? ക്യാഷ് എന്ന അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ക്യാഷ് കിട്ടുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് കൊടുക്കുമ്പോൾ അത്രയും കുറയും, ക്രെഡിറ്റ് ചെയ്യുക. ബാങ്കിലേക്ക് പൈസ വരുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് കൂടും. ബാങ്കിൽ നിന്ന് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്താലോ ക്രെഡിറ്റ് ചെയ്യുക. ഫർണിച്ചർ മേടിക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, വിൽക്കുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. മിഷനറി മേടിക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, വിൽക്കുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഞാനിന് ഗുഡ്സ് വിറ്റു, പൈസ തരാനുണ്ട്, അസറ്റ് കൂടി, ഡെബിറ്റ് ചെയ്യുക. ആ പൈസ തരുമ്പോഴോ ഞാനൊന്ന് അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യുക. ഇനി ലയബിലിറ്റി, ശബരിയുടെ അടുത്ത് കടത്തിന് മേടിക്കുമ്പോൾ ലയബിലിറ്റി കൂടും, ക്രെഡിറ്റ് ചെയ്യുക. ദെൻ അത് പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴോ ശബരി എന്ന ലയബിലിറ്റി കുറയും, ഡെബിറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അസറ്റും എക്സ്പെൻസ് കൂടിയ ഡെബിറ്റ്, കുറഞ്ഞ ക്രെഡിറ്റ്. ഇനി ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം അത് നേരെ തിരിച്ചാൽ കൂടിയ ക്രെഡിറ്റ് ചെയ്യണം, കുറഞ്ഞ ഡെബിറ്റ് ചെയ്യണം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഡെബിറ്റ് വന്നാൽ അടുത്തത് ക്രെഡിറ്റ് വരണ്ടേ? അതുകൊണ്ടാണ് ഇങ്ങനെ റൂൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡെബിറ്റ് വരുമ്പോൾ അടുത്തത് ക്രെഡിറ്റ് വരണം. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ക്യാഷ് റിയൽ ആണ്, വന്നാൽ ഡെബിറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ക്യാഷ് അസറ്റാണ്, കൂടിയ ഡെബിറ്റ് എന്ന് പറഞ്ഞു. രണ്ട് സെയിം തന്നെയല്ലേ? ക്ലിയർ? ഇവിടെ ബാങ്കിലോ പേഴ്സണൽ എന്ന് പറഞ്ഞു. ബാങ്ക് റിസീവർ ആണെങ്കിൽ ഡെബിറ്റ് ഉള്ളൂ. ബാങ്കിലേക്ക് പൈസ വന്നു, ബാങ്കിലേക്ക് പൈസ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിലേ ഡെബിറ്റ് ചെയ്യുള്ളൂ. അതായത് ബാങ്കിൽ നിന്ന് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്തു. വേറൊരു രീതി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലിയർ? ഞാൻ ഇച്ചിരി ബ്രിഡ്ജ് ആയതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്നു കേട്ടോ. റെഗുലർ ക്ലാസ്സിൽ ഇതൊക്കെ ഒരു ദിവസത്തെ ക്ലാസ്സിൻ്റെ ടോപ്പിക്കുകളാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത്. ദെൻ അസറ്റ്സ്, എക്സ്പെൻസ് കൂടിയ ഡെബിറ്റ്, കുറഞ്ഞ ക്രെഡിറ്റ്. റൂൾ ഓക്കെ ആണല്ലോ അല്ലേ? ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം അത് കൂടിയ ക്രെഡിറ്റ്, കുറഞ്ഞ ഡെബിറ്റ്. ഓക്കെ, ഇത് വൃത്തിയായിട്ട് പഠിച്ചോണം, ഇത് മാറിപ്പോരുത്. ക്ലിയർ? ഞാൻ പറഞ്ഞാലോ, ശബരി ലയബിലിറ്റി കൂടിയ ക്രെഡിറ്റ് ചെയ്യണം, അതായത് കടത്തിന് മേടിക്കുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. തിരിച്ചു കൊടുത്താലോ അത്രയും ലയബിലിറ്റി കുറഞ്ഞു, ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റലോ കൂടിയ ക്രെഡിറ്റ്, ക്യാപിറ്റൽ ഉണ്ടോ തന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിലും ഡെബിറ്റ് ചെയ്യണം. സെയിൽസ്, ഇൻകം കൂടിയ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽസ് ഒക്കെ നടക്കുമ്പോൾ ഇൻകത്തിന് ക്രെഡിറ്റ് ചെയ്യണം. ഇനി അത് റിട്ടേൺ വാല്യൂ ആയാലോ, സെയിൽസ് റിട്ടേൺ നടന്നാലോ അതൊക്കെ ഡെബിറ്റ് ചെയ്യാം. കമ്മീഷൻ കിട്ടി, ക്രെഡിറ്റ് ചെയ്യുക. കമ്മീഷൻ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്നോ ഇൻകം തിരിച്ചു കൊടുക്കണമെന്നാൽ മാത്രം ഡെബിറ്റ് ചെയ്യാം. എക്സ്പെൻസസ് അത് കൊടുക്കുമ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യാം. അതായത് ക്യാരേജ്, ഇൻവൈറ്റ്സ്, സാലറി, റെൻറ്റ് ഇതൊക്കെ പേ ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസ് ബുക്കിൽ വന്നു, കൂടി, ഡെബിറ്റ് ചെയ്യാം. ഇനി അത് കൊടുത്തത് കൂടിപ്പോയതുകൊണ്ട് എന്തെങ്കിലും റിട്ടേൺ ചെയ്യണോ തിരിച്ചു കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മൾ മേടിക്കുന്ന വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ റൂള് പക്ക പഠിച്ചിരിക്കുക. അസറ്റ്സ്, എക്സ്പെൻസ് കൂടിയ ഡെബിറ്റ്, കുറഞ്ഞ ക്രെഡിറ്റ്. ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം കൂടിയ ക്രെഡിറ്റ്, കുറഞ്ഞ ഡെബിറ്റ്. ഇനി ട്രാൻസാക്ഷൻ വെച്ചിട്ട് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുപിടിക്കാം. അസർട്ടൈൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബൈ ഫോളോയിങ് മോഡേൺ അപ്രോച്ച്. സൽമാൻ സാറ്റർഡേ ഫുഡ്വെയർ ഷോപ്പ് നെയ്മഡ് സൽമാൻ ഫുഡ് വിത്ത് ക്യാഷ്. രണ്ട് അക്കൗണ്ട് ഏതൊക്കെ വരും? ക്യാഷും ക്യാപിറ്റൽ. രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെ വരും? ക്യാഷും ക്യാപിറ്റലും. ക്യാഷ് ഏതിനുണ്ടറി വരും? അസറ്റ്. ക്യാപിറ്റൽ ഏതിനുണ്ടറി വരും? ക്യാപിറ്റൽ. രണ്ടും കൂടി. ക്യാഷ് എന്ന അസറ്റ് നമ്മുടെ ബിസിനസ്സിൽ ഇന്നലെ വരെ ഒന്നുമില്ലായിരുന്നു, ഇപ്പോൾ കൂടി. ക്യാപിറ്റലോ ഓണറുടെ കോൺട്രിബ്യൂഷൻ ഇന്നലെ വരെ ഒന്നുമില്ലായിരുന്നു, ഇപ്പോൾ ഉണ്ട്, കൂടി. ക്യാഷ് എന്ന അസറ്റ് കൂടിയ ഡെബിറ്റ്, ക്യാപിറ്റൽ കൂടിയ ക്രെഡിറ്റ്. ക്യാഷും ക്യാപിറ്റൽ. ദെൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ക്യാഷ്. ബാങ്കും ക്യാഷും. ബാങ്ക് എന്ന അസറ്റ് കൂടി, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. സോ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചറും ക്യാഷും. ഫർണിച്ചറും അസറ്റാ, ക്യാഷും അസറ്റാ. ഫർണിച്ചർ എന്ന അസറ്റ് കൂടി, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. ഇച്ചിരൂടെ എളുപ്പമുണ്ട് ഈ റൂള്. എന്നാൽ രണ്ടും പഠിച്ചിരിക്കും കേട്ടോ. പർച്ചേസ്ഡ് മിഷറി ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. മിഷറിയും ബാങ്കും. മിഷറി മേടിച്ചു, മിഷറി എന്ന അസറ്റ് കൂടി. ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുത്തു, ബാങ്കിൽ നിന്ന് അസറ്റ് കുറഞ്ഞു. മിഷറി ബാങ്ക്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസസും ക്യാഷും. പർച്ചേസ് എന്ന എക്സ്പെൻസസ് കൂടി, ഡെബിറ്റ് ചെയ്യണം. അതെങ്ങനെ? അത്രയും ഗുഡ്സ് മേടിച്ചു, അത്രയും എക്സ്പെൻസ് മുടക്കി. ദെൻ ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ശബരി. ശബരി അടുത്ത് നിന്ന് ഗുഡ്സ് മേടിച്ചു, കടത്തിന് മേടിച്ചു. എന്നാലും പർച്ചേസ് എന്ന എക്സ്പെൻസ് കൂടി. ശബരിക്ക് ഇനി അത്രയും പൈസ കൊടുക്കണം. ശബരി എന്ന ലയബിലിറ്റി കൂടി, അതുകൊണ്ട് ക്രെഡിറ്റ്. ദെൻ പെയ്ഡ് ക്യാരേജ് ഇൻവെർട്സ് ത്രൂ ക്യാഷ്. ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, ക്യാരേജ് ഇൻവെർട്സ് എന്ന എക്സ്പെൻസസോ അത് കൂടി, അതുകൊണ്ട് ഡെബിറ്റ്. ക്യാരേജ് ഇൻവെർട്സ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്തു? ക്യാഷ് എന്ന അസറ്റ് കൂടി, ബാങ്കിലെ ബാലൻസ് അത്രയും കുറഞ്ഞു, ബാങ്ക് എന്ന അസറ്റ് കുറഞ്ഞു, ക്യാഷ് ബാങ്ക്. ദെൻ റിസീവ്ഡ് ക്യാഷ് ഫ്രം പെയ്ഡ് ക്യാഷ് ടു ജാൻ.
ശബരി പെയ്ഡ് ക്യാഷ് ടു ശബരി. ശബരിക്ക് നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുത്തു. ശബരി ഒരു ലൈബിലിറ്റി അല്ലായിരുന്നു. ശബരിക്ക് 10,000 കൊടുക്കാണ്ട് അതിലൊരു 4,000 ഇപ്പോൾ കൊടുത്തു. ശബരി എന്ന ലൈബിലിറ്റി കുറഞ്ഞു. ഇനി ബാലൻസ് 6,000 കൊടുത്താൽ പോരെ. ശബരി എന്ന ലൈബിലിറ്റി കുറഞ്ഞു, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന അസറ്റും കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യണം. ഇസ് ഇറ്റ് ക്ലിയർ? അതിനിടയ്ക്ക് രണ്ടൊന്നും മിസ്സായല്ലേ. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് എന്ന അസറ്റ് കൂടി, സെയിൽസ് എന്ന ഇൻകം കൂടി. ക്യാഷ് സെയിൽസ്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ജാൻ. ജാനിന് ഗുഡ്സ് വിറ്റു. ജാൻ എന്ന അസറ്റ് കൂടി, സെയിൽസ് എന്ന ഇൻകവും കൂടി. അത് ജാനിനെ ഡെബിറ്റ് ചെയ്യുക, സെയിൽസ് എന്ന ഇൻകം കൂടി ക്രെഡിറ്റ് ചെയ്യുക. ശബരിക്ക് ക്യാഷ് കൊടുത്തു, അത് പറഞ്ഞു. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജാൻ. ജാൻ എടുത്ത് നമുക്ക് ക്യാഷ് കിട്ടി. ക്യാഷ് എന്ന അസറ്റ് കൂടി. ജാൻ എന്ന അസറ്റ്, ജാൻ നമുക്ക് പൈസ തരാനുള്ള ആളായിരുന്നു, അത് കുറഞ്ഞു. അതെങ്ങനെ? ജാനിന് നമ്മൾ 20,000 ഗുഡ്സാണ് വിറ്റത്. ജാൻ ഇപ്പോൾ 12,000 തന്നോളൂ. ഇനി എത്ര തരാൻ ബാക്കിയുണ്ട്? 8,000. അപ്പോൾ 20 തരാനുള്ള ജാൻ ഇപ്പോൾ 8,000 തരാനുള്ള രീതിയിലേക്ക് കുറഞ്ഞു. അപ്പോൾ ജാൻ എന്ന അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യണം. ദെൻ റിസീവ്ഡ് കമ്മീഷൻ ഇൻ ബാങ്ക്. ബാങ്കിലേക്ക് പൈസ കിട്ടി. ബാങ്കും കമ്മീഷനും. ബാങ്കിൽ നിന്ന് അസറ്റ് കൂടി, കമ്മീഷൻ എന്ന ഇൻകം കൂടി. അസറ്റ് കൂടിയ ഡെബിറ്റ്, ഇൻകം കൂടിയ ക്രെഡിറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? 14 സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആണ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. സെയിൽസ് ബാങ്കിൽ. സെയിൽസ് എന്ന ഇൻകം കൂടി, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ബാങ്കിൽ നിന്ന് അസറ്റ് കൂടി, ഡെബിറ്റ് ചെയ്യണം. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്. സാലറിയും ക്യാഷും. സാലറി എന്ന എക്സ്പെൻസ് കൂടി, ഡെബിറ്റ്. ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ്. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്. റെൻ്റ് എന്ന എക്സ്പെൻസ് കൂടി, ബാങ്ക് എന്ന അസറ്റ് കുറഞ്ഞു. അപ്പോൾ ഈ റൂള് വെച്ചിട്ട് എങ്ങനെ ചിന്തിച്ച് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുന്നത് പഠിച്ചല്ലോ അല്ലേ. അല്ലാതെ ഇത് മെമ്മറി വെച്ചിട്ട് ഇങ്ങനെ എഴുതണം എന്നല്ല പഠിക്കേണ്ടത്. എങ്ങനെയാണ് അപ്പോൾ പഠിക്കേണ്ടത്? രണ്ട് പേര് ഏതെന്ന് കണ്ടുപിടിക്കുക, പിന്നെ അത് ഏതിൻ്റെ അണ്ടറിൽ വരുമെന്ന് ചിന്തിക്കുക, റൂള് എന്താണെന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് പഠിക്കുക, വായിച്ച് പഠിക്കരുത്, മെമ്മറി ഉപയോഗിക്കരുത്, ചിന്തിച്ച് പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? പർട്ടിക്കുലൈസ് കോളത്തിൽ നമ്മളിതേ ഇങ്ങനെ എഴുതി വെക്കും. ഇസ് ഇറ്റ് ക്ലിയർ? രണ്ട് പേരുകൾ ഓർഡറിൽ എഴുതി വെക്കും. ഇനി ഇത് പക്ക എങ്ങനെ ജേണലിലേക്ക് എഴുതും? ഇവിടെ കൂടി ഞാൻ നിർത്തും കേട്ടോ. ഇതെങ്ങനെ ജേണലിലേക്ക് എഴുതണം? അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എങ്ങനെ ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യണം? സ്കൂളിൽ പഠിക്കുന്ന പോലെ ചുമ്മാ ഇത് ജേണലിൽ എങ്ങനെ എഴുതണം എന്നുള്ളത് ബൈഹാർട്ട് പഠിച്ചേക്കരുതേ. പേര് മാത്രം പഠിക്കുക, ചിന്തിക്കുക. അത് ഏതിന് അണ്ടറിൽ വരിക ചിന്തിച്ചാൽ കിട്ടും. അതിൻ്റെ റൂൾ എന്താ ചിന്തിച്ചാൽ കിട്ടും. എന്നിട്ട് അങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അത് വന്നു എന്നുള്ളത് ചിന്തിച്ച് പഠിക്കുക. അല്ലാതെ ഇങ്ങനെയാണ് എൻട്രി എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കരുത്. ഓക്കെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ജേണൽ എഴുതുന്നത് നോക്കാം. സൽമാൻ സ്റ്റാർട്ടഡ് ഫുഡ് വെയർ ഷോപ്പ് ലിമിറ്റഡ് സൽമാൻ ഫുഡ് വെയർസ് വിത്ത് ക്യാഷ്. അപ്പോൾ ഒരു ജേണൽ വരയ്ക്കണ്ടേ? ജേണൽ വരയ്ക്കുമ്പോൾ എങ്ങനെ? ഒരു ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം. ആ LF കോളം വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. രണ്ട് എമൗണ്ട് ഉള്ളത്, ഡെബിറ്റും ക്രെഡിറ്റും. ഡേറ്റ് കോളത്തിൽ ഡേറ്റ് 1/3/24 എഴുതാമല്ലോ. പർട്ടിക്കുലേഴ്സ് കോളത്തിലോ ആ അക്കൗണ്ടുകൾ എഴുതണം. ഏതൊക്കെ? ക്യാഷും ക്യാപിറ്റലും. ഏത് ഡെബിറ്റ്? ക്യാഷ് ഡെബിറ്റ്, ക്യാപിറ്റൽ ക്രെഡിറ്റ്. പക്ഷേ അത് എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? ക്യാഷ് കഴിഞ്ഞിട്ട് AC എന്ന് പറഞ്ഞാൽ A/C. അക്കൗണ്ടിൻ്റെ ഷോർട്ട് ഫോമാണ്. ഇത് ഫുൾ ഫോം എഴുതിയാലും കുഴപ്പമില്ല. ക്യാഷ് അക്കൗണ്ട് ഒരു അക്കൗണ്ട് അല്ലേ, അക്കൗണ്ട് ഇത് എഴുതണം. പിന്നെ ഡെബിറ്റിന് ശേഷം ആ മാർജിനോട് ചേർന്ന് പർട്ടിക്കുലേഴ്സിൻ്റെ ലാസ്റ്റിനോട് ചേർന്ന് ഒരു ഡെറ്റർ, DR ഫോർ ഡെറ്റർ. പിന്നെ ക്രെഡിറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു 2 എഴുതണം. എന്ന് പറഞ്ഞാൽ ചുമ്മാ ക്യാഷ് ക്യാപിറ്റലിൽ നിന്ന് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ മോഡേൺ അപ്രോച്ചിൽ ക്യാഷ് ക്യാപിറ്റലിൽ നിന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത്ര കൂടെ എഴുതാൻ നല്ലത്, വായിക്കാൻ വേണ്ടി ഒരു ഓർഡറിന് വേണ്ടി. അത് ക്യാഷ് അക്കൗണ്ട്, ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് 2. ഡെബിറ്റിന് നേരെ ഡെബിറ്റിന് എമൗണ്ട് 80,000. ക്രെഡിറ്റിന് നേരെ സെയിം എമൗണ്ട്, പക്ഷേ ക്രെഡിറ്റിൻ്റെ കോളത്തിൽ. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻ എഴുതേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ വായിക്കുന്നത്? ക്യാഷ് അക്കൗണ്ട് DR എന്ന് പറഞ്ഞാൽ ഡെറ്റർ. പണ്ട് ഡെബിറ്റഡ്. അപ്പോൾ ഇത് വായിക്കേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് 80,000. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് നരോട്ട് ചെയ്യുക. അപ്പോൾ ഈ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. അല്ലാതെ ഇത്രയും വലിയ കഥയൊന്നും എഴുതണ്ട. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ്സിൻ്റെ പേരൊന്നും വേണ്ട. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്, ക്യാപിറ്റൽ കൊണ്ടെത്തുന്നു, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ടഡ്. എന്തിനാ ഇതെന്ന് വെച്ചാൽ ഇതിന് പറയുന്ന പേരാണ് നരേഷൻ. എന്ന് പറഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ഒന്ന് സിമ്പിളായിട്ട് ഒന്നുകൂടെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ആ പർട്ടിക്കുലേഴ്സ് കോളം മാത്രം ഒന്ന് താഴെ അണ്ടർലൈൻ ചെയ്യുക. ദാറ്റ് മീൻസ് ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു എന്നതിൻ്റെ പ്രൂഫായിട്ട് പർട്ടിക്കുലേഴ്സ് കോളം മാത്രം കേട്ടോ. ദെൻ അടുത്തത് നോക്കിക്കുക. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റഡ് ക്യാഷ്. 2 അക്കൗണ്ട് ഏതൊക്കെ വരും? ക്യാഷും ബാങ്കും. ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, ബാങ്കിൽ നിന്ന് അസറ്റ് കൂടി. സോ ബാങ്ക് ക്യാഷ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 30,000. ദെൻ അടുത്തത് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചറും ക്യാഷും. ഫർണിച്ചർ എന്ന അസറ്റ് കൂടി, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. സോ ഫർണിച്ചർ എന്ന അസറ്റ് കൂടി ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 20,000. ദെൻ അടുത്തത് പർച്ചേസ്ഡ് മിഷറി ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. മിഷറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. മിഷറി എന്ന അസറ്റ് കൂടി, ബാങ്കിൽ നിന്ന് അസറ്റ് കുറഞ്ഞു. മിഷറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് 10,000. ദെൻ അടുത്തത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസസ് എന്ന എക്സ്പെൻസ് കൂടി ഡെബിറ്റ്, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു ക്രെഡിറ്റ്. സോ പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 15,000. ഡേറ്റ് എഴുതണേ. ദെൻ 8/3 പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ശബരി. പർച്ചേസ് എന്ന എക്സ്പെൻസ് കൂടി ഡെബിറ്റ്. ശബരിക്ക് ഇനി അത്രയും പൈസ കൊടുക്കണം. ശബരി എന്ന ലൈബിലിറ്റി കൂടി, അല്ലെങ്കിൽ ശബരി ഗീവറാണ്, അതുകൊണ്ട് ക്രെഡിറ്റ്. പർച്ചേസസ് ശബരി. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ശബരി അക്കൗണ്ട് 10,000. ദെൻ പെയ്ഡ് ക്യാരേജ് ഇൻവേർട്സ് ത്രൂ ക്യാഷ്. ക്യാരേജ് ഇൻവേർട്സും ക്യാഷും. ക്യാരേജ് ഇൻവേർട്സ് എന്ന എക്സ്പെൻസ് കൂടി ഡെബിറ്റ്,
ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, അതുകൊണ്ട് ക്രെഡിറ്റ് ക്യാരേജ് ഇൻവെർട്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് 1000. ദെൻ വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു. ഏതൊക്കെയാണ് ഇത്? കൺഫ്യൂഷൻ വരും. വിഡ്രൂ എന്ന് പറയുമ്പോൾ ഉടനെ ഡ്രോയിങ്സ് വരുമോ? ഇല്ല. ക്യാഷും ഓണർ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ മാത്രം ഡ്രോയിങ്സ് എന്നുള്ള പേരൊക്കെ വരുള്ളൂ കേട്ടോ. അക്കൗണ്ട്സ് പഠിച്ച ആൾക്കാർക്ക് ഡ്രോയിങ്സ് എന്നുള്ള വാക്ക് അറിയായിരിക്കും, അതുകൊണ്ട് പറഞ്ഞു. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്, ക്യാഷും ബാങ്കും. ക്യാഷ് എന്ന അസറ്റ് കൂടി, ബാങ്ക് എന്ന അസറ്റ് കുറഞ്ഞു. സോ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. ഇതിനടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് എന്ന അസറ്റ് കൂടി, സെയിൽസ് എന്ന ഇൻകം കൂടി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് അക്കൗണ്ട് 10,000. ദെൻ സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു ജാൻ. ജാൻ എന്ന അസറ്റ് കൂടി, സെയിൽസ് എന്ന ഇൻകം കൂടി. അപ്പോൾ ജാൻ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് 20,000. ദെൻ പെയ്ഡ് ക്യാഷ് ടു ശബരി. ശബരിക്ക് ക്യാഷ് കൊടുത്തു. ശബരി എന്ന ലൈബിലിറ്റി കുറഞ്ഞു, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ് ചെയ്യണം. ശബരി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, അല്ലെങ്കിൽ ശബരി റിസീവറാണ്, ഡെബിറ്റ്. ക്യാഷ് റിയൽ പോയി, അതുകൊണ്ട് ക്രെഡിറ്റ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജാൻ. ജാൻ എടുത്ത് ക്യാഷ് കിട്ടി. ക്യാഷ് എന്ന അസറ്റ് കൂടി, ജാൻ എന്ന അസറ്റ് അത്രയും കുറഞ്ഞു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ജാൻ. ദെൻ റിസീവ്ഡ് കമ്മീഷൻ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് എന്ന അസറ്റ് കൂടി, കമ്മീഷൻ എന്ന ഇൻകം കൂടി. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു കമ്മീഷൻ. ഇനി സോൾഡ് ഗുഡ്സ് ഫോർ 10,000 റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. ബാങ്ക് എന്ന അസറ്റ് കൂടി, സെയിൽസ് എന്ന ഇൻകം കൂടി. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്. സാലറി എന്ന എക്സ്പെൻസ് കൂടി, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്. റെൻ്റ് എന്ന എക്സ്പെൻസ് കൂടി, ഡെബിറ്റ്. ബാങ്ക് എന്ന അസറ്റ് കുറഞ്ഞു, ക്രെഡിറ്റ്. റെൻ്റ് അക്കൗണ്ട് അറ്റ് ബാങ്ക്. അപ്പോൾ ഇങ്ങനെ ജേണലിൽ എഴുതാൻ വേണ്ടി പറ്റണം വിത്ത് നരേഷൻ. നരേഷൻ എന്തെങ്കിലും എഴുതിയാൽ മതി. ഈ ബീയിങ് ചേർക്കണം നിർബന്ധം പോലും ഇല്ല. ബീയിങ് ചേർത്താൽ നല്ലത്, നിങ്ങൾ സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നും. ബീയിങ് ക്യാഷ് പെയ്ഡ്, ബീയിങ് റെൻറ്റ് പെയ്ഡ്, ബീയിങ് സാലറി പെയ്ഡ്, ബീയിങ് കമ്മീഷൻ റിസീവ്ഡ്. ജസ്റ്റ് ഒരു നരേഷൻ. ബീയിങ് ക്യാഷ് പെയ്ഡ് ടു ശബരി, ബീയിങ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ജാൻ. ട്രാൻസാക്ഷൻ ഒന്ന് ചെറുതായിട്ട് മനസ്സിലാവുന്ന രീതിയിലൊന്ന് എഴുതുക. ഇങ്ങനെയാണ് ജേണലിൽ എഴുതേണ്ടത്. ഡേറ്റ് ഓർത്ത് ഡേറ്റ്, പർട്ടിക്കുലർ കോളത്തിലെ കഥ. ഇതാണ് ഡെബിറ്റും ക്രെഡിറ്റും. എങ്ങനെ മനസ്സിലാവും? ആദ്യം എഴുതുന്ന ഡെബിറ്റ്, രണ്ടാമത്തെ ക്രെഡിറ്റ്. ഡെബിറ്റിന് നേരെ ഡെബിറ്റിന് എമൗണ്ട്, ക്രെഡിറ്റിന് നേരെ ക്രെഡിറ്റിന് എമൗണ്ട്. ഇത് വായിക്കേണ്ടത് വായിക്കാൻ അറിയാലോ അല്ലേ? അപ്പോൾ ഈ ട്രാൻസാക്ഷൻ നോക്കി, ഇനി ഇത്ര ആകുമ്പോൾ ഈ ട്രാൻസാക്ഷൻ നോക്കി നമുക്ക് ജേണൽ എൻട്രി പറയാൻ, സ്പീഡിൽ പറയാൻ പറ്റുന്നുണ്ടോ നോക്കണം. അതിന് നല്ല പ്രാക്ടീസ് ചെയ്തോണം കേട്ടോ. സൽമാൻ സാറുടെ ഫുഡ്വെയർ ഷോപ്പ് നെയ്മഡ് സൽമാൻ ഫുഡ്വെയർ വിത്ത് ക്യാഷ്. എൻട്രി എന്തായിരിക്കും? രണ്ട് വാക്ക് ചിന്തിക്കാതെ ഇതിനെൻട്രി വരുമെന്ന് ചിന്തിക്കുക. എന്നിട്ട് ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ 80,000. ഓപ്പൺ ഡേ ബാങ്ക് അക്കൗണ്ട് ആൻഡ് ഡെപ്പോസിറ്റഡ് ക്യാഷ്. രണ്ട് അക്കൗണ്ട്, ബാങ്ക് ക്യാഷ് വരും, ബാങ്ക് എന്ന അസറ്റ് കൂടി, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 30,000. ഇത് സ്പീഡിൽ കിട്ടണം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ എന്ന അസറ്റ് കൂടി, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് 20,000. പർച്ചേസ്ഡ് മിഷറി ആൻഡ് പെയ്ഡ് ബൈ ചെക്ക്. മിഷറി ബാങ്ക്, മിഷറി എന്ന അസറ്റ് കൂടി, ബാങ്ക് എന്ന അസറ്റ് കുറഞ്ഞു. അപ്പോൾ മിഷറി അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പർച്ചേസ് എക്സ്പെൻസാണ്, ഡെബിറ്റ്. പർച്ചേസസ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് 15,000. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ശബരി. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് പർച്ചേസ്? ഡെബിറ്റ് ആയിരിക്കും. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ശബരിക്ക് ഇനി അത്രയും പൈസ കൊടുക്കണം, ലൈബിലിറ്റി കൂടി. പർച്ചേസ് അക്കൗണ്ട് അറ്റ് ടു ശബരി 10,000. പെയ്ഡ് ക്യാരേജ് ഇൻവേഴ്സ് ത്രൂ ക്യാഷ്. ക്യാരേജ് ഇൻവേഴ്സ് എന്ന എക്സ്പെൻസ് കൂടി, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. ക്യാരേജ് ഇൻവേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് 1000. വിഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക്. ക്യാഷ് വിഡ്രോ ചെയ്തു, ക്യാഷ് എന്ന അസറ്റ് കൂടി, ബാങ്ക് എന്ന അസറ്റ് കുറഞ്ഞു. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 5,000. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷ് കിട്ടി, ക്യാഷ് എന്ന അസറ്റ് കൂടി, സെയിൽസ് ഇൻകം കൂടി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് 10,000. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ജാൻ. ജാനിന് ഗുഡ്സ് വിറ്റു, പൈസ ഒന്നും കിട്ടിയില്ലല്ലോ, ഇല്ല. പക്ഷേ ജാൻ പൈസ തരാനുണ്ട്. ജാൻ എന്ന അസറ്റ് കൂടി, സെയിൽസ് എന്ന ഇൻകം കൂടി. ജാൻ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. പെയ്ഡ് ക്യാഷ് ടു ശബരി. ശബരിക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. ശബരി എന്ന ലൈബിലിറ്റി കുറഞ്ഞു, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. ശബരി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. റിസീവ്ഡ് ക്യാഷ് ഫ്രം ജാൻ. ജാൻ എടുത്തുനിന്ന് ക്യാഷ് കിട്ടി. ക്യാഷ് എന്ന അസറ്റ് കൂടി, ജാൻ എന്ന അസറ്റ് കുറഞ്ഞു. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ജാൻ. റിസീവ്ഡ് കമ്മീഷൻ ഇൻ ബാങ്ക്. ബാങ്ക് എന്ന അസറ്റ് കൂടി, ക്യാഷ് എന്ന കമ്മീഷൻ കൂടി. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു കമ്മീഷൻ. സോൾഡ് ഗുഡ്സ് ഫോർ 10,000 ആണ് റിസീവ്ഡ് പേയ്മെൻറ്റ് ഇൻ ബാങ്ക്. സെയിൽസ് എന്ന് നിങ്ങൾ കൂടി അത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ബാങ്ക് എന്ന അസറ്റ് കൂടി. ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് 10,000. പെയ്ഡ് സാലറി ത്രൂ ക്യാഷ്. സാലറി എന്ന എക്സ്പെൻസ് കൂടി, ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് 5,000. പെയ്ഡ് റെൻറ്റ് ത്രൂ ബാങ്ക്. റെൻറ്റ് എക്സ്പെൻസ് കൂടി, ഡെബിറ്റ്. ബാങ്ക് എന്ന അസറ്റ് കുറഞ്ഞു. റെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് 2,000. ഇതേപോലെ ചിന്തിച്ച് സ്പീഡിൽ പറയാൻ വേണ്ടി പറ്റണം. സ്പീഡ് കിട്ടണമെങ്കിൽ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. സോ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയോടെ വേണം നിങ്ങൾ വരാൻ. പക്ഷെ ആ വർക്ക് ശരിക്കും ചെയ്യേണ്ട രീതിയിൽ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഇന്ന് ചെയ്തത് ഒരു പ്രോബ്ലം തന്നെ ഒറ്റ തവണ ക്ലാസ്സിൽ ചെയ്താൽ അത് എന്നും എക്സാമിന് വന്നാലും അത് ചെയ്യാവുന്ന രീതിയിൽ മനസ്സിലാക്കി ചെയ്തിരിക്കുക. ക്ലിയർ? അപ്പോൾ ആ ഒരു രീതിയോടെ പഠിക്കുക. പൊതുവെ CMA ഇൻ്ററിലൊക്കെ കഴിഞ്ഞ അറ്റംപ്റ്റിലൊക്കെ നമുക്ക് 2 റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റുഡൻസ് സ്കോർ ചെയ്തതാണ്. അപ്പം ആ ഒരു ലെവലിലുള്ള ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ നല്ലൊരു ആഗ്രഹത്തോടെ പിന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ള ഒന്നെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സ് എടുത്തത്? നല്ലൊരു കോഴ്സാണ്, നല്ല സാലറി ഉണ്ട്, അത്യാവശ്യം റെപ്യൂട്ടേഷൻ ഉണ്ട്, ഇതൊക്കെ നോക്കിയിട്ടല്ലേ എടുത്തത്. ഈ വലിയ ആഗ്രഹങ്ങൾ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ കോഴ്സ് എടുത്തേക്കുന്നത്, റൈറ്റ്? അപ്പോൾ ഈ കോഴ്സിലേക്ക് വരുമ്പോൾ മാർക്കിൻ്റെ കാര്യത്തിൽ ഇച്ചിരി വലിയ ആഗ്രഹം വേണം. എങ്ങനെയെങ്കിലും പാസ്സാവാണെന്ന് ആഗ്രഹിക്കരുത്. നല്ല മാർക്കിന് വേണ്ടി പഠിക്കുക. കാരണം നമ്മുടെ സ്റ്റുഡൻസ് തന്നെ കഴിഞ്ഞ
ബാച്ചിലെ സ്റ്റുഡൻസ് തന്നെ ഓൾ ഇന്ത്യ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. ഓൾ ഇന്ത്യ 2 റാങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു ട്രിപ്ലൈയിൽ, കൊച്ചിയിൽ. സോ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളൊരു റാങ്ക് ഹോൾഡേഴ്സൊക്കെ ആയിട്ട് പാസ്സാക്കുക എന്നുള്ളതാണ്. ആ ലെവലിലാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടുന്നത്. കേരളത്തിൽ തന്നെ അല്ല, ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ക്ലാസ്സസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു ആഗ്രഹത്തോടെ വരിക, ഒരിക്കലും മിനിമം ആഗ്രഹിച്ച് വരരുത്, മാക്സിമം ആഗ്രഹത്തോടെ വരിക. പിന്നെ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി, മീൻസ് വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ആയിട്ട് വരിക. പിന്നെ കോൺഫിഡൻ്റ് ആയിട്ട് വരിക. കാരണം നിങ്ങളുടെ +2 എന്ത് മാർക്കോ എന്താണെങ്കിലും വർക്ക് ചെയ്താൽ കിട്ടാവുന്നുള്ളൂ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് വരിക. പിന്നെ ഒരു ഇഷ്ടത്തോടെ വരിക. ഈ കോഴ്സിനോട് ഇഷ്ടപ്പെട്ട് വരിക കേട്ടോ, പഴയ ഇഷ്ടങ്ങൾ കൊണ്ടല്ല, ഈ കോഴ്സിന് ഇഷ്ടപ്പെട്ട് വരിക. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാം, റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റോടെ വരുവാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഓക്കെ, സോ എന്നെക്കുറിച്ചൊരു ബ്രീഫ് ഇൻട്രഡക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനി ബാക്കി ക്ലാസ്സിൽ പറയാം. എൻ്റെ പേര് ആദർശ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. CA ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 8 വർഷം കംപ്ലീറ്റ് ആയി. 8 വർഷം കഴിഞ്ഞു. 2017 ക്ലിയർ ആയി. അത് CA ക്ലിയർ ആവുന്നതിന് മുമ്പ് തന്നെ CAയുടെ ഇൻ്റർമീഡിയറ്റ് കംപ്ലീറ്റ് ചെയ്ത സമയം തൊട്ട് നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യം CAയുടെയും SEMAയുടെയൊക്കെ ഫൗണ്ടേഷൻ ലെവലിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഇൻ്റർ എടുക്കുന്നുണ്ട്. 2015 തൊട്ട് ഫൈനൽ ചെയ്യുന്ന സമയം തൊട്ട് ഇൻ്ററും പഠിപ്പിക്കുന്നുണ്ട്. സോ നമ്മുടെ കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ CMA കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ CMA ഇൻ്ററിൽ തന്നെ അറൗണ്ട് ഒരു 10 years മേളിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൻ്റെ പഴയ സിലബസുകൾ തൊട്ട് 2012 ഒരു സിലബസ് ഉണ്ടായിരുന്നു, 16 സിലബസ് ഉണ്ടായിരുന്നു. ഈ സിലബസ് എല്ലാം നമ്മൾ പഠിപ്പിച്ചാണ്. ഇപ്പോൾ 22 സിലബസാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പം കുറച്ച് വോളിയം പഠിക്കാനുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. 98 വരെ നമ്മുടെ സ്റ്റുഡൻസ് സ്കോർ ചെയ്തിട്ടുണ്ട്. 91, 89, 88, 70s മേളിൽ, 60s മേളിൽ. കാരണം +2 A+ പോലെയാണ് ഈ പ്രൊഫഷണൽ കോഴ്സിൽ 60 above ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റിയോടെ വരിക. പഠിപ്പിക്കാൻ ഞങ്ങളുണ്ടാവും, പഠിക്കാൻ നിങ്ങളുണ്ടാവണം. ക്ലിയർ? അപ്പോൾ ബാക്കി നമുക്ക് ക്ലാസ്സിൽ നേരിട്ട് കാണാം. ഓക്കെ, അപ്പം വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനിയുള്ളൊരു വർഷം നമുക്ക് അടിച്ചു പൊളിച്ചൊരു ഫാമിലി പോലെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവരെയും ട്രിപ്ലൈയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ക്ലിയർ? ഓക്കെ, ടാറ്റാ, ബൈ ബൈ.